അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുന്ന അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും
നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ സിംഗപ്പൂർ ധ്യാനിപ്പിക്കാൻ പോയെന്നാണ്. അപ്പോൾ നേരത്തെ 3-ാം ദിവസം ആരാധന നടന്നിട്ട് സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, എമ്മാവുസിൽ എല്ലാവരും കുർബാന സ്വീകരിച്ചേ. എവരിബഡി ലാസ്റ്റ് നിമിഷം എല്ലാവരും കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുർബാന സ്വീകരിച്ചതിൻ്റെ ഒരു അന്തരീക്ഷത്തിലും ആ അഭിഷേകത്തിലും കർത്താവ് എന്നോട് ഒരു പ്രാർത്ഥന തന്നു എനിക്ക്. അത് എമ്മാവുസ് ശിഷ്യന്മാരെ അനുബന്ധിച്ച് നടന്ന വലിയ ആധ്യാത്മിക അനുഭവമാണ്. അത് ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. ഇത് ആ സമയത്ത് പറഞ്ഞപ്പോഴേ ഈശോ പറഞ്ഞത്, നേരം വൈകുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ PR കിട്ടാനായി. 30 വർഷമൊക്കെ PR കിട്ടാത്തവരുണ്ട്, പെർമനന്റ് റെസിഡൻസ്. വിവാഹം ഒത്തുവരാത്ത മനുഷ്യരുണ്ട്, 10-33 വയസ്സായിട്ടും ജീവിത പങ്കാളില്ലാത്തവർ, മക്കളില്ലാത്തവരുണ്ട്. അവർക്ക് നേരം വൈകുന്നുണ്ട്. 8 കൊല്ലം 9 കൊല്ലമായിട്ടും മക്കളില്ല അവർക്ക്. 10 കൊല്ലമായിട്ട് ജോലി കിട്ടാത്തവർ ഞാൻ അവിടെ കണ്ടു. നേരം വൈകുന്നു. അപ്പം ഇങ്ങനെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങൾക്ക് നേരം വൈകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ലൂക്ക 24:29. അവർ അവനെ നിർബന്ധിച്ചു. പണ്ട് കർത്താവാണ് നമ്മളെ നിർബന്ധിച്ചത്. ഓർക്കുന്നുണ്ടോ? ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്നൊരു ഭാഗമുണ്ട്. ഞാനീ പന്തിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറുകരയ്ക്ക് പോകാൻ അപ്പോസ്തലന്മാരെ നിർബന്ധിച്ചു എന്ന്. അതൊരു പരിചരണമായിരുന്നു. രാത്രി കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് കടലമീതെ ചെന്ന് അതാണ് അവർ ചോദിക്കുന്നത്, ഇവൻ ആരാണെന്നൊക്കെ ചോദിക്കണില്ലേ. അപ്പോൾ അതുപോലെ ചില നിർബന്ധങ്ങൾ ദൈവത്തോട് നമുക്കും ആകാവുന്നുള്ളതാണ് ആ സുവിശേഷം അവസാനിക്കുമ്പോൾ പറയുന്നത്. എന്താ പറയണത്? ലൂക്ക പറയണത്, നേരം വൈകുന്നു, അവൻ ഞങ്ങളോടൊത്ത് വസിക്കാൻ, ഞങ്ങളോടൊത്ത് താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരവനെ നിർബന്ധിച്ചു. അപ്പം പ്രാർത്ഥനയിൽ ചിലർ നിർബന്ധമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. ഒരു സാക്ഷ്യം കേൾക്കും, ഞാൻ കർത്താവിനെ നിർബന്ധിച്ചു, കാലക്കെട്ടി വീണുന്ന വിധത്തിൽ ഞാൻ കർത്താവിനെ ഇരിക്കാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പറയാം. പക്ഷേ അത്രയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ചുമ്മാ വായിട്ട് നോക്കി തെക്ക് വടക്ക് നടന്നു വെച്ചും കർത്താവിനെ നിർബന്ധിക്കുന്നൊരു കാര്യമില്ലേ. അതാണ് എനിക്ക് ചില ദേഷ്യം വരുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിന് ശേഷം സത്യസന്ധമായൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ നിർബന്ധിക്കാൻ തെറ്റില്ല. അതാണ് ഇവർ ചെയ്തത്, അമാവാസ്യ ശിഷ്യന്മാർ. പക്ഷേ എൻ്റെ വിഷയം അതല്ല. കർത്താവ് എന്ന് സിംഗപ്പൂർ വെച്ച് പറഞ്ഞത്, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ജീവിതം, വീട്, ജോലി, വിവാഹം, ഇനി മാനസാന്തരം, എന്തെങ്കിലും കാര്യത്തിന് താമസിച്ചു പോയാൽ, ഉടമ്പടി എടുത്തിട്ടും നമ്മൾ ശരിയാകുന്നില്ല, വൈകുന്നു, ദൈവാനുഭവത്തിന് വൈകുന്നു എന്ന് തോന്നിയാൽ പിന്നെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? നാഥ, ഞങ്ങളോടൊത്ത് താമസിക്കുക, നിൻ്റെ അനുഗ്രഹങ്ങളല്ല വേണ്ട, ഞങ്ങൾക്ക് നിന്നെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഉടമ്പടി പക്കായിട്ട് പാലിച്ചു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പകരം ദൈവത്തെ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ഈശോ തന്നെ നമ്മൾ നിന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. വൈകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹിക്കണമെന്നല്ല, മറിച്ച് ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നുണ്ട്. I am thanking God for all the blessings He has given to me through Mother Mary. So I want to convey my all witnesses to you to take the people towards Jesus Christ. Actually, I am my name is John Silvarajan from Coimbatore, settled down in Coimbatore. I am actually a Malayali. I am settled down in Coimbatore. She is my wife.
Elizabeth. She was a retired teacher. We both were there in Dubai for more than 25 years. I am having my own company there, and we have recruited a lot of people, and we have done a lot of projects. First of all, I must say that whenever I meet people, I will say, praise God. I never say good morning or good evening or good night like that. That also all the other denomination people, because Arabs are there, Pakistanis are there, Bangladeshis, Egyptians, Palestinians, all these people are there. Whenever I say praise God, they laugh at me. I was actually, I never vexed actually. I am proud of saying praise God. So I just asked the Father, you just turn these people back to you like that. I don't know, within a short period, when I say praise God, people say praise God. Finally, they made me a name as, when I come there, they will never call me as John, they call me as praise God. So like that, I brought most of the people towards God. Every day I am sending around about 600 people individually the verses of lovely word to the people. That also the different denominations. So those people, when they happen to see this, they were very happy also. Once they, because due to this communication delay, it will be delayed for 2 or 3 hours like that. Immediately I will get a message that, John sir, I am not getting a vitamin today. What happened? What is wrong with you? Then immediately I used to send that one. Sorry, because of the communication and the system, we have got some problem. That's what it has happened like that. So I am always proud, and I always saying that at least one soul has to come to Jesus Christ. That is my ambition. Even though I am a sinner, I am not saint or anything like that. And I am a sinner when I am called, because He loves sinners. He loves sinners. So to repent and come back to Him. So I am also I was thinking that, so at least one person has to repent and come to Jesus like that. Okay. One thing I want to say, what are the miracles which I have had in my life? When I was in Dubai, I was having a very big problem. I used to take a lot of Coca-Cola, around about 15-16 bottles per day actually. Due to that, I had a very big problem, sugar complaint, and has gone up to peak. My both pelvic bones are weakened, and there was only 30% of the blood circulation. I was worried like anything. I have not informed to my family also. I got the photograph and I have shown to the sisters also. Then I came to the Coimbatore and I tested with the thing. The doctor told me, see, you should be very cautious. Suppose if you fell down anywhere else, your hip has to be replaced because inadequate blood circulation. So I was reluctant. I was very much worried also. But even in spite of that, I fell 2-3 times here and nothing has happened. I was hopefully thought that Mother Mary, as her intercession, I am healed. The same thing, I am 75 years old. So last 24th was my wedding anniversary. And after that one, I told my son to drop me in the station. So I came here for Rosary rally actually. So people will say, sir, you are aged up. You cannot go, you cannot walk like that. I was in fasting. I walked throughout from Kripasanam to Arthangal by walk 15 kilometers. For that, I must give sincere thanks to my mother and my Jesus. So nothing has happened. And after returning from here, I had my lunch only at Ernakulam. So that was a miracle. It is for me. Actually, it has happened and has given to me through Mother Mary. The second one is, when we were at Dubai, we are given our house for rent or lease. Around about first year, 11 months agreement, but the people are very close to us, and my son has given back that money without getting any receipt. So that what happened, that people, they said, we have not got the
money back so that we will not vacate like that. They have filed a case also. And in the meantime, I went there and I was talking to these people. They were all shouting at me like that. They beat me also. And finally, I cried to Mother Mary and said, Mama, you have to see these people has to go out from here. There is no other option for me like that. Then suddenly, one fine evening, the lawyers and my relatives came and we have forcefully vacated the house. After that, we have renovated the house and I asked father and mother, said, Father, I don't want any idol worship in the house. The only people they have to come to and take the possession of the house only by faith, by Jesus Christ and Mother Mary, like that. After a few days, many people came for getting on lease like that. I was reluctant to give to them. One fine morning, as my prayer was heard, so one general people came and they asked me, and it was intentionally I decided to give it to them without any. See, they are Christians, and not only that, they are not idol worships. So they are very much close to associates to Mother Mary and Jesus Christ. The other one is, the case is, they filed a case against us. One by one it started dismissing it. So there was no problem for me to these things. Then I used to take the blessed salt and this oil. Wherever I go, I used to pray for the sick people. For that, one miracle has happened. My daughter-in-law's mother was seriously sick and acute water circulation in the stomach. And doctor told her, pancreas is gone, there is no other option. We have to do surgery, this, that and all. I went there. I was sitting with that. We have to be in the hospital for a long time like that. But I am having a Mother Mary's dollar in my chain. And I put that dollar on her face and started praying. Then after that, I don't know, something has inspired me. I told her, Madam, you will be discharged within 2 days. You will be quite all right like that. So she was discharged as per the mother's wish, and Jesus Christ blessings, she has come out from the hospital actually. So like that. Not only that, many times, many people I have done that, and vacating this house also, we sprinkled the salt all over the house every day and started praying with my wife. So she was very much upset because very hard. We had got the house with a very difficult thing. Those days, it's about nearly about 20-25 years back. Now God has kept us in a very good position. And we started helping the people who are in need. I am not voluntarily going and asking them, whoever comes to us, because I don't have time to do these things. Whenever I happen to see some people, I used to help them. And I used to pray for the sick. I'll visit some hospitals where we are going and all. Wherever I meet some people in the hospital or any other orphanages, I used to pray for them. For all these things, I must sincerely thanks to my mother and the Jesus Christ for all the blessings, all the grace, what He has given to us through Mother Mary. Thank you, God bless, hallelujah. Mariye Varga, thank you very much for everything. Yeshuve Nanni, Devame Nanni, Mariye Varga, Ave Maria. Psalm 127 verses 1. Unless the Lord builds the house, they labor in vain who builds it. Unless the Lord guards the city, the watchman stays awake in vain. Testimony of time shortening has given by Mr. John Silverajan. He had different occasions that Jesus has touched his life. The time shortening is taken place during a big issues was going on, because the 8.5 years he was struggling to
get rid of the people from his own house which was given for the rented. And when Mother Mary was intervened, Mother Mary intervened in their life after taking the covenant. He used the blessed salt and he spread there and he prayed. Mother Mary's presence was there, and the quarrel and the fight was over. Now they are peaceful. Whatever the heavy issues, heavy problem we have in our life, Mother Mary has the timing that she has appeared here in this altar and she said, disaster is yet to come, pray. And she had a big clock on her chest when she appeared, and she conveyed the message to Father Joseph that you have to pray. So whatever disaster, whatever difficulties and the problems and issues comes in our life, she has that clock, she has that timing, she can shorten the time, she can reduce the life problems in our life. Let us believe and trust in the Lord that she had done, that she has asked Jesus to do a miracle there at the wedding at Cana. She is continuing, she is intervening, and she is interceding in our life. John was trying to explain that how much he is faithful in his work area. He is always wanted to proclaim Jesus. He wants to highlight the love of God everywhere. So we can understand those who do the covenant, they experience the presence of Mother Mary everywhere in their life. So Mother Mary continuously asking Jesus for us the help. And he experienced that he had a big problem of healing. He got the healing from the pelvic bone, and he had a big issue of hip bone blood circulation. Everything was healed by applying only the holy oil and the holy salt. He consumed it and it was healed. So whatever problem we have, if we depend on Mother Mary's intercession, sure and certain she will hand over our problems to Jesus. He will heal us, he will handle it, he will give us. The only one thing is demanded. We have to love God and we have to love our neighbor. That is the biggest commandment Jesus has given us. The biggest commandment we have to follow and we have to observe it. Wherever is possible, we have to take the name of Jesus. That's the only responsibility we have. The covenantal life is the bilateral agreement that me and my Jesus is having that love bond. Wherever we are expressing that, Jesus will be with us and Mother Mary will intervene for us. Let us give a big round of applause for this couples, Mr. John and Mrs. John, that we may be always witness, we may be able to witness Jesus always. Let us conclude this testimony here by giving a big clap to Mother Mary. ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആൻമരിയ. ഞങ്ങൾ കാനഡയിലാണ്, ലണ്ടൻ കാനഡയിലാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് കാനഡയിൽ ഞങ്ങൾക്ക് ഒരു ഭവനം വാങ്ങാൻ പറ്റിയതാണ്. അത് ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു, എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് ഞാൻ വന്നത് എൻ്റെ അമ്മ വഴിയാണ്. 2019 മുതൽ കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ആ സമയത്തൊന്നും കൃപാസനത്തിലെ പ്രാർത്ഥനകളോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇതെന്ത് പ്രാർത്ഥനയാണ്, ഇതിൻ്റെ മീനിങ് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. എനിക്കത് പ്രാർത്ഥിക്കാൻ എന്തോ ഒരു മടുപ്പ് തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ അമ്മ കാനഡയിൽ വന്നതോടുകൂടി അമ്മ സ്ഥിരം സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പ്, തേന്, അതൊക്കെ അമ്മ ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്കും പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പല അവസരങ്ങളിലും. അപ്പം അമ്മയുടെ ഈ തീക്ഷ്ണത കണ്ട് എനിക്കും കൃപാസനത്തിലെ പ്രാർത്ഥനകളോട് കൂടുതൽ പ്രാർത്ഥന ചെല്ലാനും പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹവും തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാനും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 ഞങ്ങൾക്കൊരു വീട് വാങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്, ഞങ്ങൾ ടൊറൻറ്റോയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ്
അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹൗസ് കിട്ടണമെങ്കിൽ ഭയങ്കര വിലയായിരുന്നു. അതായത് $1 മില്യൺ മുകളിൽ പോകും. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ 2 പേർക്കും നല്ല ജോലിയുണ്ട്, അപ്പം തൽക്കാലത്തേക്ക് ഇവിടെ റെൻറ്റ് ചെയ്യാം, പിന്നീട് 2025 ആകുമ്പോഴത്തേനും നോക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ആ സമയത്ത് അമ്മ പറഞ്ഞു, നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് റെൻറ്റ് കൊടുത്ത് താമസിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചുകൂടാ, നിങ്ങൾക്ക് പരിശുദ്ധി അമ്മ നിങ്ങൾക്ക് തരും എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ നടക്കത്തില്ല, അമ്മ വെയിറ്റ് ചെയ്യ്, നമുക്കതിന് സമയമായിട്ടില്ലെന്നിങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ ഞങ്ങളോട് പറഞ്ഞു, അത് നിങ്ങളുടെ സമയത്തല്ല, പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരാനുള്ള സമയത്ത് അത് നിങ്ങൾക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്നും ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വിശുദ്ധ കുർബാന പറ്റാവുന്നത്ര ദിവസങ്ങളിലെല്ലാം മുടക്കം കൂടാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ലണ്ടൻ ഒണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു പരിപാടിക്ക് പോയപ്പോഴത്തേനും അവിടെ 2-3 ഒരു റിയൽട്ടറിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പോകാനിടയായി. അപ്പം ആ ചേച്ചി നമ്മുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും പുള്ളി പറഞ്ഞു, നമുക്ക് 2-3 വീടുകൾ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് കാണുമായിരുന്നു. അപ്പം ആ വീട്ടിൽ അതിലൊരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വീട്ടിൽ കയറിയപ്പം എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയ പോക്കിന് ഞങ്ങൾ 3-4 വീടുകൾ കണ്ടിരുന്നു. പക്ഷേ ഈ വീട്ടിലെത്തിയപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഭയങ്കര പൈസയായിരുന്നു. ആ വീട് വാങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പൈസയല്ലായിരുന്നു, വളരെ കൂടിയ വിലയായിരുന്നു. അപ്പം ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അമ്മ പറഞ്ഞു, ഇത് പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വിലയൊന്നും ഒരു പ്രശ്നമല്ല, പരിശുദ്ധ അമ്മ അത് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേനും ഞങ്ങളുടെ റിയൽറ്ററെ വിളിച്ച് പറയാണ്, ഇത് ബാങ്കിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം അവർ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന പൈസ അവിടുത്തെ നോർമൽ റേറ്റിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത്. 7.19 ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അത്രയും മുടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരാളുടെ സാലറി വെച്ച് മോർട്ട്ഗേജ് അടയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നിട്ട് അതിലും കുറഞ്ഞ ഒരു റേറ്റ് ഇട്ടു. അപ്പം നമുക്കറിയാം ഇതെന്തായാലും ബാങ്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോകത്തില്ലാത്ത ഒരു ഓഫറാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയായിരുന്നു, പരിശുദ്ധ അമ്മ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട് എൻ്റെ സ്വന്തമായി, നമ്മുടെ സ്വന്തമായി, പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്തു എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡിന് ഒരു കോൾ വരികയാണ്, ബാങ്ക് ഞങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ആ വീട് കിട്ടി. അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പൈസ നമുക്ക് പെട്ടെന്ന് റെഡി ആവുകയാണ്. ഞങ്ങൾ സാധാരണ രീതിയിൽ 3 മാസം കൊണ്ടാണ് നമ്മൾ ഒരു പുതിയ വീട് ക്ലോസ് ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് 1 മാസം കൊണ്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു. 1 മാസം കൊണ്ട് തന്നെ പൈസയും റെഡിയായി. ഞങ്ങൾക്ക് ഒരു ഡബിൾ ഗരാജ് ഡിറ്റാച്ച്ഡ് ഹൗസ് കാനഡയിൽ ദൈവം ഞങ്ങൾക്ക് തന്നു, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസഹായം കൊണ്ട്. പിന്നെ ഇപ്പം ആ വീട്ടിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് ആര് കയറിയാലും ഇറങ്ങിയാലും പരിശുദ്ധ അമ്മയാണ് ആദ്യമായി കാണുന്നത്. കാരണം പരിശുദ്ധ അമ്മേനെയാണ് അവിടെ മുമ്പിൽ തന്നെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ കൃപാസനത്തിലെ അമ്മയുടെ ഒരു ഫോട്ടോ ഞങ്ങളുടെ മെയിൻ ഹാളിലുണ്ട്. എല്ലാ റൂമിലും തന്നെ കൃപാസനത്തിലെ അമ്മയുടെ ഫോട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് പറയുന്നത് എൻ്റെ ജോലിയാണ്. ഇതുപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡും ടൊറൻറ്റോയിൽ നിന്ന് ലണ്ടൻ ഒണ്ടാരിയോയിലേക്ക് മൂവ് ചെയ്തപ്പം ഞങ്ങളുടെ 2 പേരുടെയും നല്ല ജോലി ടൊറൻറ്റോയിലാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ജോലിയില്ല. അപ്പം കയ്യിലൊരു ജോലി ഇല്ലാതെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. പക്ഷേ ഞങ്ങൾക്കൊരു പേടിയും തോന്നിയില്ല. ഞങ്ങൾക്ക് തോന്നി എന്തായാലും പരിശുദ്ധ അമ്മ ഇത് തന്നതാണെങ്കിൽ നമുക്ക് അതിനുള്ള മാർഗവും കാണിച്ചു തരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ വലിയ പാടുണ്ടായിരുന്നില്ല. പക്ഷേ അന്നേരം എൻ്റെ ഹസ്ബൻഡിന് നല്ല ജോലിയായിരുന്നു. അപ്പം ജോസിനാണ് പുള്ളിയുടെ പേര്. ജോസിന് എങ്ങനെ ജോലി കിട്ടും എന്നുള്ളൊരു വറി ചെറുതായിട്ട് ജോസിനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, പരിശുദ്ധ അമ്മയുണ്ടല്ലോ കൂടെ എന്നിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പഴയ കമ്പനിയിലെ ജോലി റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലിങ്ക്ഡിനിൽ ജോസിൻ്റെ പ്രൊഫൈൽ കണ്ട് ഒരു കമ്പനി ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിങ്ങൾക്ക് സെയിം ജോലിയാണ്,
നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ലണ്ടനിലേക്കെന്ന് ചോദിച്ചു. അങ്ങനെ ജോസിന് ആ ജോലി, ഞങ്ങൾ വീട് വാങ്ങിച്ച വീടിന് കീ കിട്ടിയ അന്ന് തന്നെ ജോസിന് പുതിയ കമ്പനിയിൽ ഉണ്ടായിരുന്ന സാലറിനേക്കാളും കൂടുതൽ സാലറിയിൽ പരിശുദ്ധ അമ്മ ജോസിനൊരു ജോലി കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ദിനം ഓരോ ദിവസവും കടന്നു പോകാനുള്ള പൈസ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. അപ്പം എൻ്റെ ജോലി ഞാൻ വിചാരിച്ചു ഇപ്പം കിട്ടും ജോലി, കാരണം എനിക്ക് ഓൾറെഡി അവിടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കാനഡയിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അവിടെ ചെല്ലുമ്പോഴേ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ലോങ് ടേം കെയറിൽ പോലും ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം എനിക്ക് ലേബർ ആൻഡ് ഡെലിവറിയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ലേബർ ആൻഡ് ഡെലിവറിയിൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷനും റെസ്യൂമേ എല്ലാം ഞാൻ കൊടുത്തു. പക്ഷേ എങ്ങൊന്നും വിളി വരുന്നില്ല. തൊട്ടടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, വിക്ടോറിയ ഹോസ്പിറ്റൽ, അവിടെയാണ് ലേബർ ആൻഡ് ഡെലിവറി ഉള്ളത്. അവിടെ കൊടുത്തു, ഒരു രക്ഷയില്ല. പിന്നെ അവസാനം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എമർജൻസി, പോസ്റ്റ് അനസ്തീഷ്യ കെയർ, അങ്ങനത്തെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിൽ എല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ എങ്ങൊന്നും വിളി വരുന്നില്ല. അപ്പം എനിക്ക് ഒരു 3 ആഴ്ചത്തേക്ക് എൻ്റെ പഴയ ഹോസ്പിറ്റലിൽ 2 മണിക്കൂർ അകലെയായിട്ടുള്ള എൻ്റെ പഴയ ഹോസ്പിറ്റലിൽ 3 ആഴ്ച ഞാൻ പോയി ജോലി ചെയ്തു. പക്ഷേ ആ സമയത്തെല്ലാം ഭയങ്കര വിഷമമാണ്. കാരണം എനിക്ക് 3 വയസ്സും 1 വയസ്സുള്ള 2 പിള്ളേരുണ്ട്. അപ്പം അവരെ വിട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുകയാണ്. നമ്മുടെ വീടിനടുത്ത് ഒരു 40 മിനിറ്റ്സ് അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസിയിൽ. അപ്പം പോയ വഴിക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രേരണ തോന്നുന്നുണ്ട്, നിൻ്റെ ലേബർ ആൻഡ് ഡെലിവറിയുടെ റെസ്യൂമിയും കൂടെ എടുക്ക്. അപ്പം അത് നിങ്ങൾ പോകുന്ന വഴിക്ക് വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള ഒരു പ്രേരണ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും അവിടെ ഒരു മലയാളിയുടെ ഫാമിലി ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച് പോരുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ, എൻ്റെ കമ്പനിയിൽ ഒരു മലയാളി സ്റ്റാഫുണ്ട്, നമുക്ക് അവനെക്കൊണ്ട് നിൻ്റെ റെസ്യൂമി എടുപ്പിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേനും മാതാവ് എന്നാ പറയുന്നത്, ആ വ്യക്തിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ റെസ്യൂമി എടുത്ത് വെക്കാൻ വേണ്ടി. അപ്പം പുള്ളി എൻ്റെ റെസ്യൂമി എടുത്ത് വെച്ചേക്കുവാണ്. റെസ്യൂമി കൊണ്ട് ഞങ്ങൾ എൻ്റെ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന വിക്ടോറിയ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ലേബർ ആൻഡ് ഡെലിവറി യൂഷ്വലി ഒരു ക്ലോസ്ഡ് യൂണിറ്റാണ്. നമുക്ക് അങ്ങനെ അകത്തേക്ക് കിടക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ വെറുതെ പറ്റത്തില്ല. പക്ഷെ ഞാൻ അന്ന് അവിടെ ചെന്ന സമയത്ത് ആ ഡോർ എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോഴത്തേനും ഒരു നേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ മാനേജറിൻ്റെ റൂം എവിടെയാണ്, എനിക്ക് എൻ്റെ റെസ്യൂമി ഒന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് HR ത്രൂ അല്ലാതെ നിങ്ങളുടെ റെസ്യൂമി കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ദയവായി തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ പോയേക്കാന്ന് വിചാരിച്ച് ഞാൻ 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി വെയിറ്റ് എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു നേഴ്സ് ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ അവരോടും ചോദിച്ചു, മാനേജറിൻ്റെ റൂം എവിടെയാണ്? അപ്പോൾ പുള്ളിക്കാരത്തി ചൂണ്ടിക്കാണിച്ചു, മാനേജറിൻ്റെ റൂം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേനും ഡോർ അടച്ച് കിടക്കുവാണ്. മാനേജറിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷേ റൂം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, പുള്ളിക്കാരത്തി എവിടെയെങ്കിലും മീറ്റിങ്ങിനോ എന്തിനെങ്കിലും പോയി കാണും, അപ്പോൾ ഇനി പോയേക്കാം. പക്ഷെ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി വെയിറ്റ്. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് വീണ്ടും അവിടെ ഇരുന്നു, ആരെയും കണ്ടില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി 2 സ്റ്റെപ്പ് നടന്നപ്പം ഒരു സ്ത്രീ എനിക്കെതിരെ വരുന്നു. അത് ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ മാനേജറിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഐ ആം ദ മാനേജർ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ആ ബോർഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന റൂമിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നെയിം ബോർഡിൽ ഇട്ടിരുന്ന പേരല്ല ആ വ്യക്തിയുടെ നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തി എനിക്ക് ക്ലാരിഫൈ ചെയ്ത് തരുവാണ്, ഞങ്ങൾ 3 മാനേജേഴ്സാണ് ഇവിടെ ഉള്ളത്, ഞാൻ അതിൽ ഒരു മാനേജറാണ്. നിനക്ക് എന്താണ് വേണ്ടത്, നിന്നെ എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ആ രീതിയിൽ ചോദിച്ചു. പുള്ളിക്കാരത്തി ഒരു ഇംഗ്ലീഷുകാരിയാണ്. ഒരു മലയാളിയായ എന്നോട് അത്രയും കൈൻഡായിട്ട്
സംസാരിക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ വിളിച്ചിട്ട് ഒരു കോർണറിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ റെസ്യൂമി എൻ്റെ ഇമെയിലിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിയുടെ ഇമെയിൽ എനിക്ക് തരുവാണ്. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പം നമുക്കിവിടെ വേക്കൻസി ഒന്നുമില്ല. അവിടെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുവാണ്. ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കൻറ്റിനെ പോലും ഇന്ന് വരെ, ഞാൻ 2005 ജൂണിൽ അവിടെ ജോയിൻ ചെയ്തു, അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കൻറ്റിനെ പോലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തിട്ടില്ല, ലേബർ ആൻഡ് ഡെലിവറിയിൽ എടുത്തിട്ടില്ല. അപ്പം ആ സമയത്ത് പുള്ളിക്കാരത്തി എന്നോട് പറയാണ്, ഇവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിളിക്കാം. പക്ഷേ ആ പുള്ളിക്കാരത്തി അത് എന്തിൻ്റെ ബേസിലാണ് എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. 2 ദിവസത്തിനുള്ളിൽ HR-ൽ നിന്ന് എനിക്കൊരു ഇമെയിൽ വരികയാണ്, നിനക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിൻ്റെ റെസ്യൂമി അയക്ക്, ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നിൻ്റെ റെസ്യൂമി അയക്ക്, ഞങ്ങളൊരു ഇൻ്റർവ്യൂ കോള് തരാം എന്ന് പറഞ്ഞ് അവരെനിക്കൊരു ഇമെയിൽ അയച്ചു. ഞാൻ അന്നേരം ഈ മാനേജറിനൊക്കെ തിരിച്ച് ഇമെയിൽ അയച്ചു, എനിക്കിങ്ങനെ HR-ൽ നിന്നൊരു ഇൻ്റർവ്യൂ കോള് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറയാണ്, നിൻ്റെ റെസ്യൂമി ഡയറക്റ്റ് ഞാൻ HR-ലേക്ക് അയച്ചു. അത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പോയി ആ വ്യക്തിയോട് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നുള്ളത് ഞാൻ 100% വിശ്വസിക്കുന്നു. അത് സത്യവുമാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഞങ്ങളുടെ പള്ളിയിലുള്ള വ്യക്തികൾ പറയും, നമ്മുടെ പള്ളി, ഞങ്ങളൊരു 110 ഇടവകകളുള്ള ഒരു പള്ളിയാണ് ഞങ്ങളുടെ അവിടുത്തെ സേക്രഡ് ഹാർട്ട് ജ്ഞാനായ കാത്തലിക് ചർച്ച് എന്ന് പറയും. അപ്പം അവിടുത്തെ 2-3 പേര് എന്നോട് പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഇവിടെ ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു നമ്മുടെ ലണ്ടനിൽ ജോലി കിട്ടി. ഒത്തിരി ആൾക്കാർ വളരെ നാളുകളായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് ജോലി കിട്ടാൻ, പക്ഷേ കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഉറച്ച് പറയുന്നു, അത് ഒരിക്കലും എൻ്റെ മിടുക്കല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. ഞാൻ പത്രങ്ങൾ ആ സമയത്തെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പലപ്പോഴും നാണക്കേട് തോന്നിയിട്ടുണ്ടായിരുന്നു. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഇംഗ്ലീഷുകാർക്ക് കൊണ്ട് കൊടുക്കുന്നത്, അവരൊക്കെ എന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു ശരിയാണ്, അവരൊക്കെ എന്ത് വിചാരിക്കും. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു, ഞാൻ അവരെ ഒന്ന് നിൽക്കാവോ, ഒന്ന് വെയിറ്റ് ചെയ്യാവോ, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ, ഇത് കൃപാസനത്തിലെ അമ്മയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഓരോരുത്തരോടും പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ഹംബിൾനെസ് ഉണ്ടായിട്ട് പരിശുദ്ധ അമ്മ അവിടെ പ്രവർത്തിച്ച പോലെയാണ് എനിക്ക് ആ സമയത്തെല്ലാം തോന്നിയത്. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. ജോലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ 2 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ് പറഞ്ഞിരുന്നത്, 2 സ്റ്റെപ്പായിട്ട്. ആദ്യം HR-ൻ്റെ 1 മണിക്കൂർ ഇൻ്റർവ്യൂ, പിന്നെ അതിനുശേഷം മാനേജേഴ്സിൻ്റെ 1 മണിക്കൂർ ഇൻ്റർവ്യൂ. പക്ഷേ ഇതൊന്നും നടക്കാതെ എനിക്ക് 15 മിനിറ്റ് HR-ൻ്റെ ഇൻ്റർവ്യൂവും 3 ക്വസ്റ്റ്യൻ കൊണ്ട് മാനേജറിൻ്റെ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ് ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ വീട്ടിലും പിള്ളേരുടെ അസുഖത്തിൻ്റെ കേസിലെല്ലാം ഞങ്ങൾ ഉടമ്പടി ഉപ്പ്, തേന്, അതുപോലെ തന്നെ അമ്മ ഞങ്ങളെ പലപ്പോഴും ഉടമ്പടി തൈലം പൂശി ഞങ്ങളെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഞങ്ങൾ എവിടെ പോയാലും. പിന്നെ 3ാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേരും എൻ്റെ അമ്മയുടെ ഉടമ്പടി കുട്ടികളാണ്. 2ാമത്തെ മോനുണ്ടായപ്പോഴത്തേനും അവന് 18 to 22 വീക്സ് അനാട്ടമി സ്കാൻ ചെയ്തിട്ടുണ്ട് 22 വീക്സിൽ. പക്ഷേ ആ സമയത്തെല്ലാം ഭയങ്കര നോർമലായിരുന്നു, അവന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 28ാമത്തെ ആഴ്ചയിൽ ഒരു സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ ബ്രെയിനിനകത്ത് ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും ഞങ്ങൾക്ക് പേടിയായി, കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടാവുമോ, എന്താണ് പ്രശ്നം, നമുക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം നമ്മൾ തീക്ഷ്ണമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞും പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ വയറിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡെയിലി, എൻ്റെ ഡെലിവറിയുടെ ഡേറ്റ് വരെ. ആ സമയത്ത് അവനുണ്ടായ സമയത്ത് പീഡിയാട്രിഷ്യൻ വന്ന് അവനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അവൻ ഒരു കുഴപ്പമില്ല, അവൻ ടോട്ടലി ഫൈനാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട. ഇപ്പോൾ അവന് 2 വയസ്സായി, അവൻ എല്ലാ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ് ചെയ്തു, അവന് ഒരു കുഴപ്പമില്ല, അവൻ ആരോഗ്യവാനായിട്ട് നടക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മേനെ കണ്ടു.
ഇന്ന് വരാൻ സാധിച്ചില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. മെയിനായിട്ട് നാട്ടിൽ നിന്ന് അമ്മയും എൻ്റെ ഹസ്ബൻഡൊക്കെ നാട്ടിൽ വന്നപ്പോഴത്തേനും ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രമൊക്കെ വാങ്ങിച്ച് ഞാൻ പത്രം വിതരണം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിലും പല സ്ഥലത്തും സാമ്പത്തിക സഹായം വേണ്ടവർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതമായിട്ട് ഡെയിലി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. ഉടമ്പടിയിലേക്ക് വന്നപ്പോഴത്തേനും ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യം ചെയ്തത്. ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ അഗാധമായിട്ടുള്ള ഒരു സ്നേഹം, ഈശോയെ അറിയാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും ഉള്ളൊരു കൃപയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ഉടമ്പടി മറ്റേ തിരിയിൽ ഹാർട്ടായിട്ടും ഹാർട്ടിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ ഷേപ്പിൽ തിരി ഉരുകി വന്നപ്പോഴത്തേനും അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ഞങ്ങൾക്ക് മാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്, ജോലിസ്ഥലത്തും എല്ലായിടത്തും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ കൂടിയപ്പോഴത്തേനും നമ്മുടെ 5 സീറ്ററായിട്ടുള്ള കാറ് നമുക്ക് പോരാ, നമുക്ക് അഡീഷണലായിട്ട് ഒരു കാറും കൂടെ വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നമുക്ക് ഒരു 8 സീറ്ററായിട്ടുള്ള ഒരു കാറ് വേണം, അല്ലെങ്കിൽ കാർ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫാമിലി എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. എനിക്ക് അതിനിടയ്ക്ക് ഒരു നടുവേദനയും ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അമ്മ, ഞങ്ങളെവിടെ വണ്ടി നോക്കാൻ വേണ്ടി പോയാലും അമ്മ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു ഉടമ്പടി കാശ് രൂപമായിട്ട്. അങ്ങനെ ഒരു ദിവസം അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധി അമ്മ റെഡിയാക്കിയേക്കുന്നത് ഒരു സിൽവർ ഗ്രേ കളറിലുള്ള വണ്ടിയാണ് മക്കളെ, നിങ്ങൾക്ക് അത് തക്ക സമയത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഒരു 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് സിൽവർ ഗ്രേ കളറുള്ള ഒരു 8 സീറ്റർ ഹോണ്ട ഒഡീസി ഞങ്ങൾക്ക് കിട്ടുവാണ്, ഒരു കാറ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം കൊണ്ട് തന്നെയാണ്. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടിനും നന്ദി. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അങ്ങ് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ച വ്യക്തി ഹൃദയത്തിൽ നന്ദിയാൽ നിറഞ്ഞ് ജീവിതം മുഴുവൻ സ്തുതിയായി നന്ദിയായി ഈശോയുടെ അമ്മയുടെ സാക്ഷിയായി മുന്നോട്ട് നയിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ കാര്യങ്ങൾ കണ്ടപ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തിയത് മാഗ്നിഫിക്കാറ്റിൽ കൂടിയാണ്. നമ്മൾക്ക് ലഭിച്ച കൃപകൾ മറക്കാതെ അനുഭവിച്ച അനുഗ്രഹങ്ങൾ സ്തുതിയായി മാറ്റി ഓരോ വ്യക്തികളും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറുമ്പോൾ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ഈശോയോടുള്ള സ്നേഹവും കൂടുകയാണ്. ഇന്ന് ആൻ മരിയ ജോയ് എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത് ഒരു ഓൺലൈൻ ഉടമ്പടിയുടെ ഒരു വലിയ സാക്ഷ്യമാണ്, ദൈവാനുഭവ സാക്ഷ്യമാണ്. വീട്ടിൽ അമ്മയാണ് ഉടമ്പടി എടുത്തത്. പിന്നെ അമ്മയാണ് ഇവരുടെ കൂടെ കാനഡയിൽ പോയി ഇവരെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതും ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇവരെ പഠിപ്പിക്കുന്നതും ഇൻസ്പയർ ചെയ്യുന്നതും എല്ലാം സ്വന്തം അമ്മയാണ്. അമ്മ ഉടമ്പടി വസ്തുക്കളായ കാശ് രൂപവും ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ഈ മക്കൾക്ക് കൊടുത്ത് ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ മകൾ പറഞ്ഞത്, ആദ്യമായി കാനഡയിൽ ചെന്നപ്പോൾ ഒരു വീടായിരുന്നു ഇവർക്ക് ആവശ്യം. അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു വീടിന് വേണ്ടിയിരുന്നത്. ഇവർ പോയി കണ്ടപ്പോൾ അമ്മയുടെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി. അമ്മ പറഞ്ഞ വാക്കിതാണ്, വില പ്രശ്നമില്ല, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുമെന്നാണ്. എല്ലാം ഈശോയുടെ അമ്മയുടെ ഹിതത്തിനനുസരിച്ച് ഇവർ വിട്ടുകൊടുക്കുകയാണ്. ഞങ്ങൾക്കിത് വേണം അത് വേണമെന്നല്ല, ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ലഭിക്കട്ടെ എന്നാണ് ഇവർ പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് അമ്മ ഈ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്.
ഇവരുടെ പ്രാർത്ഥന കേട്ട് ഈശോയും അമ്മയും നല്ലൊരു വീട്, ഒരു ഭവനം ഇവർക്ക് കൊടുക്കുകയായിരുന്നു. ഡൗൺ പേയ്മെൻ്റ് ഇടാനുള്ള പൈസ എല്ലാം എവിടെ നിന്നോ എങ്ങനെയൊക്കെയോ ഇവർക്ക് പെട്ടെന്ന് കിട്ടുകയും ലഭിക്കുകയും അത് പരിശുദ്ധ അമ്മ എല്ലാം ക്രമീകരിച്ച് കൊടുക്കുകയായിരുന്നു. ഇവിടെ ഓരോ കാര്യത്തിലും പെട്ടെന്ന് തന്നെ എല്ലാം നടത്തി. ആ വീട് ഒരു വലിയൊരു എമൗണ്ട് ആയിരുന്നു. ആ ഹ്യൂജ് എമൗണ്ടിന് അവർക്ക് വാങ്ങിക്കുവാൻ സാധിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ജോലിയുടെ കാര്യമായിരുന്നു. കുടുംബം ഒന്നിച്ച് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. ഹസ്ബൻഡിന് ജോലി കിട്ടിയത്, വീടിൻ്റെ കീ കിട്ടിയ ദിവസം തന്നെയാണ് ഇവർ ഓൺലൈൻ ജീവിതം, ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചു. കാരണം ഇവർ നാട്ടിലേക്ക് വന്നിട്ടില്ല തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ. അവർ വീണ്ടും ഓൺലൈൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഉടമ്പടി എടുത്ത സ്വന്തം അമ്മയാണ് ഇവരുടെ കൂടെ ഉള്ളത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ അമ്മയുടെയും കൂടിയാണ് ഇവർ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. പുതിയ ഭവനത്തിൻ്റെ കീ ലഭിച്ച ദിവസം തന്നെയാണ് ഹസ്ബൻഡിനും അവിടെ ഒരു പുതിയ ജോലി ലഭിക്കുകയും ചെയ്തത്. അതും ഈശോയും അമ്മയും കണിഞ്ഞൊരുങ്ങിയ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇവർക്ക് മനസ്സിലാക്കിയത്. അത് ബിൽഡിംഗ് ഓട്ടോമേഷൻ ടെക്നീഷ്യനായിട്ടാണ് തന്നെ അവിടെ ഒരു നല്ലൊരു ജോലി കൊടുത്ത് ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. ഈ മോൾ വീണ്ടും പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. ഞങ്ങൾക്ക് അതിനുള്ള മെറിറ്റ് ഇല്ല, പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് ഈ മകൾക്കും അവിടെ ഒരു നല്ലൊരു ജോലി, നഴ്സിംഗ് ജോലി കിട്ടിയത്. അത് ഈ മോൾ പറഞ്ഞ് അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ മോൾ പറഞ്ഞ് ലേബർ ആൻഡ് ഡെലിവറിയിൽ നോട്ട് ബൈ മെറിറ്റ് അവിടെയും ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപയാണ്. ഞങ്ങൾക്ക് പലരും ശ്രമിച്ചിട്ടുണ്ട് അവിടെ ജോലി കിട്ടാൻ, അവിടെ വേക്കൻസി ഒന്നും ഇല്ലാതായിട്ടാണ് കേട്ടത്. പിന്നെ എങ്ങനെയാണ് ഈ മകൾക്ക് അവിടെ പോകുന്ന വഴിക്ക് ദൈവമാണ് അവരെ ഇൻസ്പയർ ചെയ്തത് അവിടെ കയറാനും അവിടെ ഇവരുടെ CV കൊടുക്കാനും അവിടെ ആ ജോലി വേക്കൻസിന് മാതാവിനെ പോലെ ഒരു പരിശുദ്ധ ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിവർ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ തന്നെ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവിടെ ഒരു ജോലി കൊടുത്തതായിട്ടാണ് ഇവർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് പറഞ്ഞത് ഇവർക്കൊരു വാഹനം വേണമായിരുന്നു. അതും അമ്മയ്ക്ക് നല്ല വിശ്വാസമുള്ള ഉടമ്പടി ജീവിതം നയിക്കുന്ന അമ്മയാണ്. ആ അമ്മയാണ് ഈ മക്കളോട് പറഞ്ഞത്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് നല്ലൊരു വാഹനം ലഭിക്കും സിൽവർ ഗ്രേയിൽ. ആ അമ്മയ്ക്ക് അത്ര നല്ല വിശ്വാസമുണ്ട്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് അമ്മയുടെ ഇഷ്ടമെങ്കിലും നമുക്ക് തരുമെന്നുള്ള വലിയ വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഈ മക്കൾ പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സിൽവർ ഗ്രേ കളർ, അതായത് കൃപാസനം അമ്മയുടെ കളറിൽ തന്നെ അവർക്കൊരു നല്ല വാഹനം മേടിക്കുകയും പുതിയ ഭവനത്തിൽ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വെച്ചാണ് അവർ ആ ഹൗസിൽ എൻട്രി ചെയ്തത്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതുതന്നെയല്ല വലിയ രോഗസൗഖ്യവും മകന് കിട്ടിയ രോഗസൗഖ്യം രണ്ടാം ആഴ്ചയിലെ 28ാം വീക്കിലെ സ്കാനിങ്ങിൽ എക്സ്ട്രാ സ്പേസിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഇവർ വളരെ ഭയപ്പെട്ടു. അവിടെയും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഇവർക്ക് വലിയൊരു രോഗസൗഖ്യം കൊടുക്കുകയായിരുന്നു. അതും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഇവരുടെ ഉടമ്പടി എടുത്ത അമ്മയാണ് ഇവർക്ക് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നത്. അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൈകളിലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ് സങ്കീർത്തനം 34 വചനം പറയുന്നത്. നമ്മളെ താങ്ങുന്ന ദൈവമാണ്, നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ തികയുകയില്ല. അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി അവിടുത്തെ നാമം പ്രകീർത്തിക്കുമെന്നാണ് സങ്കീർത്തനം 52 നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മളുടെ ജീവിതത്തിലും ദൈവം നടത്തി തരുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. സ്തുതി നമ്മുടെ കൃതജ്ഞതയിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കാതെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നന്മകൾക്കും മറക്കാതെ നമ്മൾക്ക് സ്തുതി പറയാം. എല്ലായ്പ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആൻമരിയ ജോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഉയർത്തിയതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി. എൻ്റെ പേര് സിജോ, ഭാര്യ ഷിക, മകള് എവേന. ഞങ്ങൾ 4.5 വർഷമായിട്ട് UK ഞങ്ങൾ ആദ്യമായിട്ടാണ് UK പോയിട്ട് നാട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്.
അപ്പോൾ ഞങ്ങൾ വൈഫ് സ്റ്റുഡൻറ്റ് വിസയിലാണ് UK പോയത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം പഠനം കഴിഞ്ഞ് ചെറിയ ജോലിയൊക്കെ ചെയ്താണ് ഞങ്ങളവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ ഒരു നിയോഗം, മമ്മിയുടെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വൈഫിന് നല്ലൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. ബേസിക്കലി അവളൊരു ടീച്ചിങ് പ്രൊഫഷനിലാണ് ഉണ്ടായിരുന്നത് നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെറിയൊരു പാർട്ട് ടൈം ജോലിയായിട്ട് അവിടുത്തെ ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ലഭിച്ചു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു കോളേജിലൊരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. പെർമനൻ്റ് അല്ല, ഒരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. അപ്പോൾ അങ്ങനെ, എന്നാലും വലിയ അധികം ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അപ്പോൾ മമ്മി ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, എൻ്റെ ഉടമ്പടി തീരാറായി, ഇന്ന് തീരുന്ന ദിവസമാണ്, മാതാവ് ഇതുവരെയും ഒന്നും ചെയ്ത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസം ഇവളൊരു യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് സെൻറ്ററിലേക്ക് ഒരു IT ടൂറുടെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും അന്ന് തന്നെ അവർ വിളിച്ചിരുന്നു, തിരിച്ച് സെലക്ഷൻ ആയിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം ഞങ്ങളവർ കോൺടാക്റ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് വെംബ്ലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളത് ബ്രൈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 3 മണിക്കൂർ യാത്ര അവിടെ നിന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വീട് എടുക്കണം, ഒരാഴ്ച കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് ഇതെല്ലാം ചെയ്യണം. അവിടെ വീടെടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വാടകയ്ക്കൊരു വീട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇത് നോക്കണം, വീട് നോക്കണം. ഏജൻസിക്കാരത് നമ്മുടെ ഇതെല്ലാം വെച്ച് ലാൻഡ് ലോഡിന് കൊടുത്തിട്ട് അവർ ഇത് ചെയ്താൽ മാത്രമേ, അവർ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്തു. ഓൺലൈനായിട്ട് തന്നെ ഞങ്ങൾ പല വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും ഒക്കെ ഇത് കണ്ടു, ഞങ്ങൾ നോക്കി. അതിനുശേഷം ഞങ്ങൾ ഏജൻസിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വരാനുള്ളൊരു സമയമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഫ്ലാറ്റ് വളരെ പെട്ടെന്ന് തന്നെ, വളരെ അത്ഭുതമായിരുന്നു. അത് നമ്മൾ ലാൻഡ് ലോഡ് അത് സമ്മതിച്ചു, ഞങ്ങൾക്ക് ആ വീട് ഇങ്ങനെ ലഭിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ നിന്ന് എല്ലാമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോറിഡോർ കയറി 2 വാതിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇത് ആരായിരിക്കും ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിക്കുക, അവിടെ അപ്പുറത്ത് താമസിക്കുന്ന ആരാന്നറിയില്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി പോലെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അതിനുശേഷം രാത്രിയായപ്പോൾ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർ വന്നു, വാതിലയിൽ മുട്ടി. അപ്പോൾ ഞങ്ങൾ ഇത്തിരി പേടിയോടെയാണ് ഇങ്ങനെ തുറന്നു. അപ്പോൾ അവരൊരു ബംഗ്ലാദേശി ഫാമിലി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുകയെന്ന് പറഞ്ഞു. അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ഞങ്ങളുടെ അവിടെ ബ്രൈറ്റൺ ആൻഡ് ഹോവ് കൗൺസിലിൻ്റെ മേയറായിട്ടിരിക്കുന്നയാൾ. അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് അവിടെ ഏറ്റവും നല്ലൊരു അയൽവക്കവും ഏറ്റവും സ്വാധീനമുള്ള എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് സമീപിക്കാവുന്ന ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾ ഏറ്റവും വിഷമിച്ചിരുന്നത് എന്ത് അയൽവക്കമായിരിക്കും, നെയ്ബർ എങ്ങനെയായിരിക്കും എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾക്ക് വളരെ സഹായമായിട്ട് തന്നു. അതിനുശേഷം 1 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ഒരു ചെറിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. താഴത്തേക്കൊന്ന് മാറണം തോന്നി, ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനും. കൊച്ചിൻ്റെ സ്കൂളൊക്കെ താഴെയായിരുന്നു. അപ്പോൾ നടന്നു പോവുകയും ബസ് സൗകര്യം ഇത്തിരി കുറവായിരുന്നു. കറക്റ്റ് സമയത്തല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാനാണെങ്കിലും ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി 12:30 1 മണിയാവും. അപ്പോൾ ബസ്സില്ല, 1 കിലോമീറ്ററോളം ഭയങ്കര കയറ്റം കയറി വരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പുതിയൊരു വീട് താഴത്തേക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ആ വീട് ഞങ്ങൾ നോക്കി, പലയിടത്തും ഞങ്ങൾ നോക്കിയപ്പോൾ 2-3 പേര് അതിന് ജാമ്യം നിൽക്കണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നും ബസ്സിൽ വെച്ച് കാണുന്നൊരു ചേച്ചിയുണ്ട്, അവിടെ ഒരു നഴ്സ് ചേച്ചിയാണ്, അവിടെ കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്കൊരു വീട് വേണം, താഴെ ആ ലെവലിലായിട്ടൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ചേച്ചിയുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയണം. നമ്മൾ ചേച്ചി ചിരിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളുടെ വീടുണ്ട്, ഞങ്ങൾ അടുത്ത ആഴ്ച പുതിയ വീടെടുത്ത് മാറുകയാണ്, പുതിയ വീട് ഞങ്ങൾ മേടിച്ചു, ഞങ്ങൾ മാറുകയാണ്, ആ ഫ്ലാറ്റ് നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ആ ഫ്ലാറ്റ് തന്നെ ഞങ്ങൾക്ക് എടുത്തു. വളരെ അത്ഭുതമായിരുന്നു അത്. എങ്ങനെയാണത് കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ജാമ്യം നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കിട്ടാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു.
അമ്മ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് മേടിച്ച് തന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഡിപ്പോസിറ്റായിട്ട് ഒരു 1500 പൗണ്ടോളം ഞങ്ങൾ ആദ്യത്തെ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഏജൻസി സാധാരണ അവിടെ ഏജൻസികൾ നമ്മൾ ഇത് മാറിപ്പോകുമ്പോൾ, ഫ്ലാറ്റ് മാറിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു പകുതി പൈസ അവർ പെയിൻ്റ് അടിക്കാനും ഇതിനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് അത് അവർ മേടിച്ചെടുക്കും. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ അവിടുത്തെ പഴയ ഫ്ലാറ്റിൻ്റെ ലാൻഡ് ലോഡ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മാറണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന പൈസയെക്കാളും കുറച്ച് പൈസയ്ക്ക് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരാം, നിങ്ങൾ എൻ്റെ കയ്യിൽ നേരിട്ട് പൈസ തന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങളിവിടെ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതി ഞങ്ങൾക്ക് മാറണം, എന്തായാലും മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പൈസയെല്ലാം ഡിപ്പോസിറ്റ് എല്ലാം നിങ്ങൾ മുഴുവനായിട്ട് അവിടെ നിന്ന് തിരിച്ച് മേടിക്കണം ഏജൻസിയിൽ നിന്ന് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പൈസ പോലും കുറയാണ്ട് എത്ര പൈസ കൊടുത്തോ, എത്ര പെൻസ്, ആ കൃത്യം പെൻസ് വരെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവർ തിരിച്ചു തന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതിനുശേഷം 2 വർഷം അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ ചെറിയ ജോലികൾക്ക് അവിടെ റെസ്റ്റോറൻറ്റിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വിസ സ്റ്റേ ബാക്കിൻ്റെ സമയം തീർന്നു, വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ ഞങ്ങൾ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരാദ്യം പറഞ്ഞു വിസ തരാമെന്നുള്ളൊരു സമീപനത്തിന് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം സബ്മിറ്റ് ചെയ്ത് 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തരാൻ കഴിയില്ല, ഇപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പ്രൊമോഷനും അവിടുത്തെ പുതിയ അപ്പോയിൻമെൻ്റ് എല്ലാം ഞങ്ങൾ ഫ്രീസ് ചെയ്തേക്കുവാണ്, ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വിസ തരാൻ പറ്റില്ല, 6 മാസം വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ തരാതിരിക്കാം, ഇതിൽ ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വിസ തീരാൻ ആകെ 1-1.5 മാസം ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു സാഹചര്യം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നൊരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. പുള്ളിക്ക് അവിടെ ഒരു IT കമ്പനിയുണ്ട്, വേറെ പല കമ്പനികളും ഉണ്ട്. അപ്പോൾ പുള്ളി എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വിസ തരാം, എൻ്റെ കമ്പനിയിൽ വിസ തരാം, ആ വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇതുപോലത്തെ നല്ലൊരു ഓപ്ഷൻ, എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ഞങ്ങൾ വിളിച്ച് ചോദിക്കും, പുള്ളി അതിനൊരു നല്ലൊരു മറുപടി പറയും. അങ്ങനെ ഒരു നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പുള്ളിയുടെ ഓഫീസിൽ പോയി ഞങ്ങളെ കണ്ടു. പിറ്റേ ദിവസം ഡോക്യുമെൻറ്റ്സും പേപ്പറും എല്ലാം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചു പുള്ളീനെ, ഇങ്ങനെ ചേട്ടാ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് വിസയ്ക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആകെ 3, 4, 5 ദിവസം അങ്ങാണ്ടുള്ളൂ. അന്നേരം പുള്ളീനെ വിളിച്ചു, പുള്ളി എടുക്കുന്നില്ല, കുറേ പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കുന്നില്ല, പിറ്റേ ദിവസം വിളിച്ചും എടുക്കുന്നില്ല. അപ്പോൾ എന്നെ മനസ്സിലായി ഞങ്ങൾ വിളിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു പുതിയ ആ ടൈമിലേക്ക് മാത്രം ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിരുന്നൊരു ആൾ ആ ടൈമിൽ മാത്രം വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേണ്ടിയിട്ടൊരു വിസ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ IT കമ്പനിയുണ്ട്, അദ്ദേഹത്തിൻ്റെ IT കമ്പനിയിലൊരു വിസ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തോട് പറയാം നിൻ്റെ കാര്യം ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അദ്ദേഹത്തെ സമ്മതിക്കുവാണെങ്കിൽ, ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, സമ്മതിക്കുവാണെങ്കിൽ ആ വിസ നിനക്ക് കിട്ടും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു, ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ചെന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള COS അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം എടുത്തു തന്നു. നാളെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം. അത് ഞങ്ങളുടെ വിസ കഴിയാൻ 2 ദിവസം മുമ്പ് ആണ് ഞങ്ങൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അങ്ങനെ വലിയൊരു അനുഗ്രഹം മാതാവ് തന്നിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇത് അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ മമ്മിയോട് തലയെ തട്ടിയിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു മോൾക്ക് വിസ കിട്ടും, മോളോട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഒരു ലോക്കറ്റും കൊടുത്തു. അത് ഞങ്ങൾക്ക് മമ്മിയോട് എത്തിച്ചു തന്നു. അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ മോൾക്ക് ഒരനുഗ്രഹം കിട്ടി. മോൾക്ക് വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോൾ ഇയർ 1 പഠിക്കുമ്പോൾ ഒരു 3 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം കൂട്ടുകാർക്കെല്ലാം അവിടെ ഒരു റോൾ മോഡൽ പദവി കൊടുക്കുന്ന ഒരിതുണ്ട്. അവരുടെ ആക്ടിവിറ്റിയും അവരുടെ പഠനത്തിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റോൾ മോഡൽ കൊടുക്കും. അപ്പോൾ എൻ്റെ മോളെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ കിട്ടുന്നില്ല, 2-3 മാസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല, കൂട്ടുകാർക്കൊക്കെ ലഭിച്ചു, എനിക്ക് ഭയങ്കര വിഷമമാണ് അത് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ ഈ അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്നിട്ട് പ്രാർത്ഥിക്ക്. മോളൊന്ന് മുട്ടിൽ നിന്ന് അന്ന് രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ മോളുടെ നെറ്റിത്ത് എന്നും തൈലം പുരട്ടിയാണ് സ്കൂളിൽ വിടാറ്. അന്ന് ഞാൻ തൈലം പുരട്ടാനായിട്ട് മറന്നുപോയി. ഇവിടെ ഡ്യൂട്ടിക്ക് പോയി ഞാനാണ് കൊണ്ടുപോയി രാവിലെ. അപ്പോൾ തൈലം പുരട്ടാൻ മറന്നുപോയി. എനിക്ക് തിരിച്ചു വന്ന് ഭയങ്കര വിഷമായിരുന്നു. മാതാവ് തൈലം ഉണ്ടെങ്കിൽ മാതാവ് കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അന്ന് ചെയ്തില്ലല്ലോ, മാതാവ് കൂടെ ഇല്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വൈകിട്ട് വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ
വളരെ സന്തോഷത്തോടെയാണ് മോൾ ഇറങ്ങി വന്നത്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ റോൾ മോഡലിൻ്റെ 3 മാസമായിട്ട് കൊച്ചു ശ്രമിച്ചിട്ട് കിട്ടാണ്ടിരുന്ന റോൾ മോഡലിൻ്റെ ഇത് പേപ്പർ എന്നെ എടുത്ത് കാണിച്ചു. അതിനുശേഷം ആ 7 ദിവസം കൊണ്ട് എൻ്റെ മോൾക്ക് 3 റോൾ മോഡൽ അടുപ്പിച്ച് കിട്ടി. 3 മാസമായിട്ട് കിട്ടാണ്ടിരുന്ന 7 റോൾ മോഡൽ കിട്ടി. അതിനുശേഷം ആ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ തന്നെ അവരുടെ ഇയർ 1 തന്നെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻസിൽ 3 പേർക്ക് അവാർഡ് കൊടുക്കും. അതിലേറ്റവും കൂടുതൽ റോൾ മോഡൽ കിട്ടിയ മോളായിട്ട് എൻ്റെ മോള് മാറി. അങ്ങനെ വലിയൊരു അനുഗ്രഹം എൻ്റെ മോൾക്ക് അമ്മ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി അച്ഛൻ അവിടെ ഞങ്ങൾ ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടിയിലുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം മുതലേ. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, തീർത്ഥാടക ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് വിസയ്ക്കായിട്ട് വലിയൊരു പൈസ, വിസ ഫീസായിട്ട് വലിയൊരു പൈസ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട വന്നാലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള സാഹചര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഉടമ്പടി എടുക്കും, എന്ത് ചെയ്യും, ഒരു തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ വരാലോ, വിസ കിട്ടിക്കഴിഞ്ഞാൽ വരാലോ, ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കാലോ, അത് വലിയൊരു കാര്യമല്ലല്ലോ എന്ന് ഓർത്തെ. പക്ഷേ എനിക്ക് മനസ്സിലായി നമുക്കത് സാധിക്കണില്ല, അതൊരു വലിയ കാര്യം തന്നെയാണ് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഇവിടെ എങ്ങാനും അച്ഛൻ വരുവാണെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാലോ, മാതാവായിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉടമ്പടി എടുക്കാലോ എന്നങ്ങ് ഇത് ചെയ്തു. ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അത് ആഗ്രഹിച്ച് കുറച്ച് 1 മാസം എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെയുണ്ട്. അപ്പോൾ ചാച്ചനെ വിളിച്ചപ്പോൾ അവരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അടുത്ത ആഴ്ച അച്ഛൻ വരുന്നുണ്ട്, അവിടെ ഞങ്ങൾ അത് അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ അൽസ്ബറി പോയി. അച്ഛൻ വന്നു, അച്ഛനും വിജയകുമാർ സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കങ്ങനെ വലിയൊരു അനുഗ്രഹമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇവിടെ വരാതെ തന്നെ മാതാവ് അങ്ങോട്ട് വന്നു, നമുക്ക് ഉടമ്പടി എടുത്ത് തന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അച്ഛൻ അതുപോലെ തന്നെ അവിടെ വന്ന് അങ്ങനെ തന്നെ പറഞ്ഞു, മാതാവ് നിങ്ങളെ തേടി ഇങ്ങോട്ട് വന്നതാണ്, നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ നല്ല പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അന്നേരം. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 12:30 ആവും, 12:30 സമയമാവും. 12:30 ഞാൻ വന്നൊരു കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു 3 മണി 3:30 ആവും. ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ്, അപ്പോൾ യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥന വൈകുന്നേരം പോകുന്നതാണ്. എനിക്ക് സന്ധ്യാപ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത കാരണം ഞാൻ 12 മണിക്ക് വന്നിട്ടാണ് ഈ സന്ധ്യാപ്രാർത്ഥനയും കിടക്കുന്നതിന് മുമ്പ് 2 മണി 3 മണി ആവുന്ന കാരണം പ്രഭാത പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കും. അതിനു മുമ്പ് ഇവിടുത്തെ കൃപാസനം പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. അതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ കിടക്കുമ്പോൾ ഒരു 3:30 ആവും. അപ്പോൾ 3:30 ആകുമ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം അങ്ങനെ രാത്രി കിടന്നു ഒരു 5 മണി സമയമായി. 3:30 കിടന്നത് ഞാൻ, ഒരു 5 മണി 5:15 സമയമായി. അപ്പം ഞാൻ രാത്രി വരുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഹോളിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇവർ അപ്പുറത്തെ മുറിയിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇവരെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് അവിടെ കിടന്നുറങ്ങും. അപ്പോൾ കിടന്നുറങ്ങി ഒരു 5 കാലമായപ്പോൾ വാതിൽ തുറക്കുന്നൊരു ഞെരിയുന്നൊരു സൗണ്ട് കേട്ട് ഞാൻ ചെരിഞ്ഞ് കിടക്കും. കണ്ണ് തുറന്ന് എഴുന്നേറ്റു. ഞാനിങ്ങനെ തല തിരിച്ച് നോക്കുമ്പോൾ എൻ്റെ പുറകിലൂടെ ഒരു നിഴലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഞാനത് എന്താണെന്ന് ഓർത്ത് പെട്ടെന്ന് പാസ് ചെയ്തു പോയി. ഞാൻ പെട്ടെന്ന് പേടിച്ചു, എന്താണെന്ന് എഴുതുന്ന ഓർത്ത് പെട്ടെന്ന് ഓടിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഇവൾ 5:30 പ്രാർത്ഥിക്കാനെന്ന് എഴുന്നേക്കും. അപ്പോൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റതാണ് ഞാനിങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ നിഴലിൽ ഇങ്ങനെ പുറകിലേക്ക് നോക്കി, തിരിച്ച് ഞാൻ വീണ്ടും പഴയ രീതിക്കിലേക്ക് തിരിച്ച് വന്ന പകുതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ചെരിഞ്ഞിങ്ങനെ കിടക്കും. അപ്പോൾ എൻ്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കൈ വിരിച്ചിട്ട് ബ്രൗൺ നിറത്തിലുള്ള കുപ്പായം ഇട്ടിരിക്കുന്നത്, സെൻറ്റ് ആൻ്റണിയുടെയൊക്കെ ആ ഇടുന്ന കുപ്പായം പോലത്തെ കുപ്പായമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കി കൈ വിരിച്ചിങ്ങനെ നിൽക്കുക. മാതാവിൻ്റെ രൂപം മാതാവാണത്, മാതാവിൻ്റെ രൂപം. അപ്പോൾ എനിക്ക് ഫേസിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഫേസ് അത്ര ക്ലിയർ ആവുന്നില്ല. ഞാനിങ്ങനെ നോക്കി, ഞാൻ കാണുന്നത് സ്വപ്നമാണോ അതോ യഥാർത്ഥത്തിലുള്ള കാര്യമാണോ എന്നിങ്ങനെ ഞാനിങ്ങനെ നോക്കി. ഞാൻ വീണ്ടും ഉറപ്പിച്ചു അത് സ്വപ്നമല്ല, ഞാൻ യഥാർത്ഥത്തിൽ കാണുവാന്ന്. ഒരു 10-15 സെക്കൻഡ് മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്തിങ്ങനെ വന്നു. നമ്മളിങ്ങനെ ആരെങ്കിലും നമ്മളെ ഒരു ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾ നമ്മളെ സംരക്ഷിക്കാൻ വന്നിങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും പോലെ എൻ്റെ മുട്ടിൻ്റെ അടുത്ത് എൻ്റെ കൈകൊണ്ട് തൊടാവുന്ന അകലത്തിൽ ഇങ്ങനെ മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 15 മിനിറ്റോളം ഞാനിങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം മാതാവ് പതുക്കെ മൂവ് ചെയ്തിട്ട് എൻ്റെ തലയുടെ അവിടെ വന്നിട്ട് മേപ്പോട്ട് പൊങ്ങി ഇങ്ങനെ നമ്മൾ സിനിമയിലെ കാണും പോലെ എനിക്കതങ്ങനെ തോന്നി. സിനിമയിലെ കാണുമ്പോൾ അതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങി നിന്ന് ഞാൻ തല തിരിച്ചിങ്ങനെ
തലതിരിച്ചിങ്ങനെ നോക്കി മേലേക്ക് നോക്കി, എനിക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്ന. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു 25-30-35 സെക്കൻഡോളം, 1 മിനിറ്റ് താഴെ മാതാവ് അങ്ങനെ നിന്നു. ഞാനിങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് മാതാവ് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് പോയി. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കറങ്ങി അങ്ങ് പോകുമ്പോൾ എനിക്ക് തോന്നി. ആ പോയി കഴിഞ്ഞ് ഞാൻ തലതിരിച്ച് ഇതെന്താ നടന്നതെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് വൈഫ് ഇങ്ങനെ റൂം തുറന്ന് കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങ് പോയുള്ളൂ, നീ കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്നമൊന്നുമല്ല, ശരിക്കും മാതാവിനെ കാണാൻ കഴിഞ്ഞു. ഈ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും കാലം എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ മമ്മിയുടെ കൂടെ ഈ മാതാവിൻ്റെ വല്ലാർപാടം പള്ളിയിലും കലൂർ സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയിലും ചൊവ്വാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ പാലമൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചകളിലും ഞാൻ പോകും. ബൈക്കുള്ളതിന് എല്ലാ ആഴ്ചയിലും ബൈക്കിൽ പോയി വല്ലാർപാടം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. അതിനുശേഷം കലൂർ വരെ എല്ലാ ആഴ്ചയും പോകും. അപ്പോൾ എല്ലായിടത്തും പോയെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ശരിക്കും കൃപാസനം മാതാവാണ് വന്നത്, കൈവിരിച്ചിരിക്കുന്ന മാതാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന മാതാവിനെ ഇതേവരെ കണ്ടിട്ടില്ല. ഞാൻ കൈകൂപ്പി നിൽക്കുന്ന മാതാവ്, ഉണ്ണീശോനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാതാവ്, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാനത് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന, ഈ TV-യിൽ പ്രാർത്ഥന വയ്ക്കും, അത് നോക്കും, അതിൻ്റെ ഒപ്പം നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ, ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാണിക്കും നമ്മളെ. അതിങ്ങനെ കാണിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക ചെയ്യാറ്. അതിങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പിൽ മാതാവ് കൈവിരിച്ചിരിക്കുന്ന അതിങ്ങനെ മാതാവ് കൈവിരിച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ വൈഫിനോട് പറഞ്ഞു, അത് വന്നത് കൃപാസന മാതാവ്, നീ ഇത് കണ്ടോ, ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായതെന്ന് പറഞ്ഞു. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇടവഴിയിലൂടെ ഞാനിങ്ങനെ ഒരു ഇടവഴി കൂടെ പോയിട്ട് വേണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കൈക്കും കാലിനൊക്കെ ഈ അവിടുത്തെ തണുപ്പൊക്കെ കാരണം ചെറിയ വേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് തിരുമിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ കൈയുടെയും കാലിൻ്റെയൊക്കെ വേദനയൊന്നും മാറ്റി തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്താണല്ലോ, പ്രാർത്ഥിക്കണമാണല്ലോ, ഒന്ന് മാറ്റി തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ സൈഡ് തിരിഞ്ഞ് നോക്കുന്നത് മാതാവിൻ്റെ ഒരു രൂപത്തിലേക്കാണ്. അതായത് അവിടെ അങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം എങ്ങും കാണാൻ കഴിയില്ല. പള്ളിയിലല്ലാതെ പുറത്തേക്ക് വെച്ചൊരു മാതാവിൻ്റെ രൂപം UK-യിൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അത്ഭുതമാണ്, കാണാനേ ഇല്ല. അപ്പം ഞാനത് കഴിഞ്ഞ് അവിടെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരു സിഖുകാരൻ ഒരു പയ്യനാണ്, അവനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിന്നെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാമെന്ന്. രാത്രി ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ നടന്നിറങ്ങി വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങൾ ആ ഇടവഴിയിൽ ഒരു 10-15 മിനിറ്റ് എല്ലാ ജനൽ വഴിയും ഞങ്ങൾ നോക്കി, ഒരു ജനലിലും ഞങ്ങൾക്ക് ആ രൂപം കാണാൻ പറ്റണില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞല്ലോ, ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായി, എന്ത് ചെയ്യും. അപ്പം ഞാൻ വീണ്ടും ഒന്നോടെ തിരിച്ചു പോയിട്ട് അറ്റത്ത് നിന്ന് ഞാൻ പറഞ്ഞു, മാതാവ് മുമ്പിൽ വന്നതാണെങ്കിൽ ഇനി നോക്കുമ്പോൾ മാതാവിനെ കാണണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടങ്ങ് ആശിച്ച് ഞാനങ്ങ് തിരിഞ്ഞു ചെന്ന് ഒരു ജനലിലേക്ക് നോക്കുമ്പോൾ ആ രൂപം അങ്ങനെ തന്നെ, മാതാവിൻ്റെ രൂപം അങ്ങനെ തന്നെ അവിടെയുണ്ട്. ഞാൻ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞങ്ങളുടെ രൂപം, ഇത്രയും നേരം നോക്കിയിട്ട് കണ്ടില്ലെങ്കിലും മാതാവ് അവസാനം കണ്ടു എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം 15 മിനിറ്റോളം ഞങ്ങൾ എല്ലാ ജനലിലേക്കൂടെ നോക്കിയിട്ടും കാണാത്തൊരു രൂപം എങ്ങനെ ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്കൊരു പിടുത്തവും എനിക്ക് കിട്ടിയില്ല. ഇതൊന്നും ചുമ്മാതെ ഒന്നും സംഭവിക്കുന്നതൊന്നല്ലാന്നും മാതാവ് ശരിക്കും നമ്മുടെ മുമ്പിൽ മാതാവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണം കാണിക്കുന്നതാണെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അങ്ങനെ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെയൊക്കെ ഹോംലെസ് ആയിട്ടുള്ള പീപ്പിളുണ്ട്. നമ്മുടെ പോകുമ്പോൾ കടകളുടെ മുമ്പിലൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അപ്പോൾ ഞാൻ ചില സമയത്ത് അവർക്ക് അകത്ത് കയറിയിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ അടുത്ത് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടകളുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്കുള്ളൊരു ഫുഡ് ഓർഡർ മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതുകൂടാണ്ട് തന്നെ ഞാൻ മമ്മിയുടെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പൈസ ആർക്കെങ്കിലും ആ പൈസ എല്ലാ മാസം ഞങ്ങൾ കുറച്ച് നാൾ അയക്കുമായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കം വന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അയക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പത്രം വരുത്തിച്ച് അവിടെ കൊടുക്കുമായിരുന്നു. ഒരു പള്ളിയിലും ഞങ്ങൾ കാണുന്ന അവിടുത്തെ സിറ്റിസൺസിനൊക്കെ, അവിടുത്തെ ആൾക്കാരൊക്കെ യൂറോപ്യൻ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അവർ വലിയ കാര്യത്തോടെ തന്നെ മേടിച്ച് അവർക്ക് ഞങ്ങളറിയാവുന്ന രീതിക്ക് ഞങ്ങളത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ വന്നപ്പോൾ പത്രം കിട്ടി, അത് ഞങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു.
പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം, ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അപ്പം തന്നെ പറയും, ഒരു ഉടമ്പടി എടുക്കുക, ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, മാതാവ് ശരിയാക്കി തരും. അപ്പോൾ എല്ലാവരോടും പറയും. അപ്പം നമ്മൾക്ക് പറയാവുന്ന രീതിക്ക് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം അവരോട് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം ഈ സ്റ്റാറ്റസായിട്ടും നമ്മുടെ വാട്സപ്പിൽ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവർക്കും തന്നെ പലരും പറയാറുണ്ട് അയക്കരുത്, എന്തിനാ അയക്കുന്നത്, നമുക്ക് വിശ്വാസം മതി, എന്തിനാ ഇങ്ങനെ അയക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ഞാനതൊന്നും കാര്യമാക്കാറൊന്നുമില്ല, ഞാൻ വീണ്ടും അയക്കും, അവരെന്നോടൊന്നും പറയാറൊന്നുമില്ല. പിന്നെ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പള്ളിയിൽ പോകാറുള്ളൂ. ഞായറാഴ്ച ദിവസം അവിടെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോവും. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നടത്താണ്ട് അത് അമ്മ നടത്തി തരുമെന്ന ഉറച്ച വിശ്വാസവും ഇത് ഞങ്ങൾക്കുണ്ട്. എങ്കിലും നമ്മൾ അമ്മയെ അമ്മയെ കാണുന്നതിന് മുമ്പ് ഒരു വിശ്വാസമായിരുന്നു അത്. പക്ഷേ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് സത്യം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം അത് നമ്മളെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസവും സത്യം രണ്ടും രണ്ടാണല്ലോ. നമുക്ക് സത്യമാണെന്നുള്ള കാര്യം നമുക്കത് നമ്മുടെ മനസ്സിലുണ്ട്. വിശ്വാസത്തേക്കാളുപരി സത്യമാണല്ലോ അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വലിയൊരു അനുഗ്രഹം, വലിയൊരു തിരിച്ചറിവ്, എന്ത് കാര്യമാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നു. അതുകൂടാണ്ട് വലിയൊരു അനുഗ്രഹം ലഭിച്ചത് ഞങ്ങൾ അവിടെ വന്നപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ 6 നിയോഗങ്ങൾ എഴുതാന്നതിൽ വൈഫ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ IT ജോബിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈഫിന് പഠിപ്പിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു കുറച്ച് നേരത്തേക്ക് ഒരു പാർട്ട് ടൈം ജോലി അവൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലെന്ന് വൈഫിനൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗം എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങളുടെ നിയോഗം എഴുതി അടുത്ത ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മാസം 1 മാസം എടുത്തില്ല, 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഏജൻസിയിൽ നിന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട് ഇങ്ങനെ കിട്ടാനായിട്ട്, പക്ഷെ ഒന്നും വിളിക്കാറൊന്നുമില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലും അറിയില്ല, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ഒരു വേക്കൻസി ഉണ്ട് ഇത്ര സമയത്തേക്ക്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന സമയത്ത് കഴിയും, ഇന്ന സമയത്താണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ, ആ സമയത്ത് തന്നെ പഠിപ്പിക്കാം. അങ്ങനെ വലിയൊരു അനുഗ്രഹം. ഇതോടുകൂടി പഠിപ്പിക്കാനുള്ള ഇതോടുകൂടി മാതാവ് ഒരു ചെറിയൊരു പാർട്ട് ടൈം ഒരു 10 മണിക്കൂർ അങ്ങനെ ഒരു സമയത്തേക്ക് അവൾക്കത് സൗകര്യം ചെയ്തു കൊടുത്തു. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡ് മാറിപ്പോകുന്നതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാതാവ് അതും അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന. അതുകൂടാണ്ട് മോൾക്ക് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് അതിഭയങ്കരമായി പനി വന്നു. പനി സാധാരണ വരാറില്ലാത്തതാണ്, വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ യൂറിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ട് എന്നിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കതൊരു എന്താണെന്നറിയില്ല. അപ്പോൾ ഡോക്ടറിന് വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേരിലുള്ളതാണ്, പനിയൊക്കെ വരുമ്പോൾ ഉള്ളതാണെങ്കിലും നമുക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിയും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഞങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ ഫെബ്രുവരി 26-ാം തീയതി അപ്പോയിൻമെൻറ്റ് വരാൻ ഡോക്ടർ വിളിക്കും, അതിൻ്റെ റിസൾട്ട് പറയാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ നേരിട്ട് അടുത്ത ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ 26-ാം തീയതി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുവുള്ളൂ. അപ്പോൾ പറഞ്ഞു ഓക്കെ, മാർച്ച് 5-ലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരെ നമ്മളെ വിളിച്ച് അടുത്ത ടെസ്റ്റ് നടത്താൻ പറയുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ പറയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്ന് ഇവിടുത്തെ എല്ലാം ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. അങ്ങനെ വേറെ ഇതിൻ്റെയൊക്കെ കുഴപ്പങ്ങളോ പനിയുടേതായ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വലിയൊരു അനുഗ്രഹം. അത് മാതാവിനോട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു ഇതില്ല, മാതാവിൻ്റെ തൈലം എന്നും വയറ്റത്ത് പരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും വൈഫ് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ നീലാങ്കയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാതാവ് എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മാതാവുണ്ട് എല്ലാ കാര്യത്തിനും. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പെങ്ങൾ വിദേശത്താണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് തന്നെ എൻ്റെ മകളെ അവൾ കണ്ടിട്ടില്ല, അതിൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് വരാൻ സാധിച്ചു. അതാണ് അത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. My name is Savena and Sejal. I got 3 role models in a row. First one is for being good at math.
second one is for being kind to others, and the third one is for helping others. I prayed to Mother Mary, and when she gave me the role model, thank you Jesus Christ and Mother Mary. Ave Maria. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ സിജോ, ഷിക എന്നീ കുടുംബം അവരുടെ കുഞ്ഞിനോടൊപ്പം വന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം നൽകുന്നതാണ്. ഇവർക്ക് UK വെച്ച് ഒരു സ്റ്റുഡൻസ് വിസയായിട്ടാണ് അവർ UK പോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാം കാഷ്വലായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ. ഇവർക്കുള്ള ഒരു വീട്, ഇവരുടെ ജോലി, രണ്ടുപേരുടെയും കുഞ്ഞിൻ്റെ പഠനം, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വിസ റിന്യൂ ചെയ്യാനുള്ളത് എല്ലാം വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. ഇവർക്ക് യാതൊരു മെറിറ്റുമില്ലാതെ പലരും അവരെ പറ്റിച്ചെങ്കിലും സമയാസമയങ്ങളിൽ സമയം വൈകുന്നതിന് മുൻപ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് എല്ലാം ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണ്. ഇതൊന്നും ഒരു ബൈ ചാൻസ് നടക്കുന്നതല്ല. കാരണം ഇതെല്ലാം ഉടമ്പടിയിലൂടെ വിശ്വസ്തതാപൂർവ്വം മുന്നേറുമ്പോൾ മാതാവ് തന്നെ അദ്ദേഹത്തിൻ്റെ സിജോയുടെ മുൻപിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ഒരു വലിയ അനുഭവം. അതുപോലെ അവർക്ക് ഇവിടെ വന്നപ്പോഴും പല പ്രാവശ്യം 2 പ്രാവശ്യം അവർക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കുഞ്ഞിനെ റോൾ മോഡൽ, സ്കൂളിലെ റോൾ മോഡലാകാനുള്ള 3 മാസത്തിനകം, ഇവിടെ നിന്ന് അവർ ചെന്ന് UK ചെന്ന് 3 മാസത്തിനകം റോൾ മോഡലാകാനുള്ള ഒരു വലിയ സൗഭാഗ്യം. അത് കഴിഞ്ഞ് സ്കൂളിൽ മൊത്തം UK ആ കുഞ്ഞിനെ സ്കൂളിൻ്റെ തന്നെ ക്ലാസ്സിൽ ഡിവിഷനിൽ റോൾ മോഡലാകാനുള്ള ഇയർ എൻഡിങ് റെക്കഗ്നിഷൻ അവാർഡ് ആ കുഞ്ഞിന് ലഭിച്ചു. ഇങ്ങനെ ക്രിസ്തു സത്യമാണെന്നും ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്നെന്നും വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എന്നും ശരീരവും രക്തവുമായി നമ്മുടെ നാവിൽ അലിയുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ ഇന്ന് വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയുമാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നതിനും നമ്മുടെ സങ്കടങ്ങളെല്ലാം അമ്മ കാണുകയും ഈശോയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് നന്ദി പറയാം. സിജോയുടെയും ഷികയുടെയും കുടുംബത്തിൻ്റെയും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കുമാണ്. എൻ്റെ പേര് രാജമ്മ. ഞാൻ നൂറിനാട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെനിക്ക് ഒരു രോഗസൗഖ്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. അതെനിക്ക് നോർമലായി ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. എനിക്ക് ഡിസ്കിന് തേയ്മാനമായിരുന്നു. അത് എനിക്ക് കുറവായതായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ തൊണ്ടയ്ക്കൊരു ദശ കിളിച്ചു, ഒരു വലിയൊരു മുഴ മാതിരി അത് എനിക്ക് തൊണ്ടയ്ക്ക് അനുഭവപ്പെട്ടു. അതിനെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ദശ എൻ്റെ തൊണ്ടയ്ക്കിരിക്കുന്നത്. ആശുപത്രിക്ക് പോയാൽ ഡോക്ടറെ കണ്ടാൽ അത് അത് കട്ട് ചെയ്ത് വയോസിക്ക് അയക്കാനും അത് വലിയ ഒരു രോഗമായിട്ട് വരുമെന്ന് എനിക്ക് ഭയമുണ്ടായി. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എങ്ങും ഞാൻ പോയില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോകത്തില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി നേർച്ച വസ്തുവിലൂടെ മാത്രമേ എനിക്ക് സൗഖ്യപ്പെടുത്തി തരണം, എൻ്റെ യേശു നാമത്തിൽ സൗഖ്യപ്പെടുത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ നേർച്ച വസ്തു കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഡിസ്കിന് തേയ്മാനമുള്ളത്, അതും എനിക്കൊരു വലിയൊരു വേദന അനുഭവപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് ടോക്കൺ കിട്ടി. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ കൈ കുരിശ് തന്ന് എൻ്റെ നടുവിന് കുരിശ് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ യേശുപ്പനെ എൻ്റെ കൈ തന്നപ്പോൾ എൻ്റെ യേശുപ്പൻ എന്നെ തൊട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ അച്ഛന് യേശുപ്പൻ്റെ കൈയായിട്ട് ഞാനത് ആ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട് എൻ്റെ രോഗം, എൻ്റെ നടുവിൻ്റെ വേദന ആ നിമിഷം എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. യേശുപ്പനെ എൻ്റെ കയ്യിൽ തന്നപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് യേശുപ്പൻ്റെ ജീവൻ എന്നിൽ തുടിച്ച് എനിക്ക് എൻ്റെ ശരീരം ഒരു കോരിത്തരിപ്പുണ്ടായി. അങ്ങനെ എനിക്ക് ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ ഉപ്പും തൈലവും തേനും കൂടെ എൻ്റെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഞാൻ എന്നും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ക്ലാസ്സിൽ വെള്ളവും കൊണ്ടരിക്കി വെക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പ്രഭാത പ്രാർത്ഥനയിൽ ഞാനിത് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇത്ര ഒരു കുഴച്ച് ഞാൻ എൻ്റെ തൊണ്ടയ്ക്കോട്ട് വെച്ചു. തൊണ്ടയ്ക്ക് വെച്ചപ്പം എൻ്റെ തൊണ്ടയ്ക്കൊന്ന് അത് എൻ്റെ വായിലോട്ട് ഒരു പല്ലടന്നു വരുന്ന രീതിയിൽ അത് അടന്നു വന്നു. അത് എൻ്റെ മൊബൈലുണ്ട്.
അതിപ്പോൾ ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഫോട്ടോ എടുത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ദശ എൻ്റെ തൊണ്ടയ്ക്ക് നടത്തി തന്ന് എനിക്ക് പിന്നെ ഇന്നേ വരെ എൻ്റെ വായിക്കകത്ത് തൊണ്ടയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടെ എൻ്റെ നടുവിൻ്റെ വേദനയ്ക്കും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് ഈശോയിലൂടെ മരിയൻ ഉടമ്പടിയിലൂടെ ഒരു ഡോക്ടറെ കാണാതെ ഒരു ഗുളിക കഴിക്കാതെ ഒരു കാര്യവും വരാതെ കൊണ്ട് എനിക്ക് ആ രോഗം സൗഖ്യപ്പെടുത്തി തന്നതിന് എൻ്റെ യേശുവപ്പായ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം, എനിക്ക് 5 വർഷമായിട്ട് ഇച്ചിരി പൈസ കിട്ടാനുള്ളത് തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. അവരെന്നോട് കോട്ടയത്ത് അതിൻ്റെ ഓഫീസ് അവിടെ പോകാൻ പറഞ്ഞ് 5 വർഷം കഴിഞ്ഞ് തിരികെ കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ബാങ്കിൽ കൊണ്ടുവന്നു. ഞാൻ അവരുടെ കമ്പ്യൂട്ടറിൻ്റെ അടുക്കെ ശകലം ഉപ്പിട്ട് കമ്പ്യൂട്ടർ ഇച്ചിരി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മമാതാവേ, എന്നെ എങ്ങും വിടല്ലേ, എനിക്കെങ്ങും പോകാൻ വയ്യ, എനിക്ക് അറിയത്തില്ല. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ അമ്മ മാതാവ് ഈ സമയം ഈ സ്പോട്ടിൽ എന്നെ ആ അക്കൗണ്ടിൽ പൈസ ആക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചെൻ്റെ കയ്യിൽ നിന്ന്, ചേച്ചി അവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കും, ബുക്കിങ് തന്നെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. ബുക്ക് കൊണ്ടുപോയി നോക്കിയിട്ട് വന്നപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മുറുക്ക പിടിച്ച് കാശ് രൂപയെ മുറുക്ക പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് കാശ് രൂപത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ അരികിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ച് തരണേന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കാശ് രൂപം ഒരു ജീവനായിട്ട് എൻ്റെ കയ്യിലിരുന്ന് തുടിച്ച്. അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പം തന്നെ ഈ പൈസ എത്തിച്ച് തരുമെന്ന്. ബുക്ക് കൊണ്ട് തന്നിട്ട് ആ കൊച്ച് എന്നോട് പറയുക, ആൻറ്റി എന്തൊരു അത്ഭുതം, ചേച്ചിയുടെ അക്കൗണ്ടിൽ ആ പൈസ എത്തിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ എങ്ങും വിട്ടില്ലല്ലോ, എൻ്റെ അമ്മ ഈ സ്പോട്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ആ പൈസ എത്തിത്തന്ന് 25-ാം തീയതിക്ക് മുമ്പ് എത്തിച്ച് തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നായിരുന്നു. ആ 25-ന് മുമ്പ് എൻ്റെ അമ്മ അത് എൻ്റെ അക്കൗണ്ടിൽ എത്തിച്ച് തന്ന് അതിലൊരു വീതം ഞാൻ എൻ്റെ അമ്മയ്ക്കൂടെ കൊടുക്കുവാന്ന് ഞാൻ നേർന്നതാണ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അതിനെൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി എൻ്റെ ഈശോപ്പായ്ക്കും. പിന്നെ എൻ്റെ 3ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എനിക്കൊരു വണ്ടി അപകടം ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ എന്നെ മിണ്ടാതിരിക്കുമായിരുന്നു. എൻ്റെ മകൻ്റെ കല്യാണം 2025 1-ലായിരുന്നു. അപ്പോൾ അന്ന് കൊറോണ ആയതുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കാൻ പറ്റിയില്ല. ആകെ ഞങ്ങൾ 50 പേരെയായിരുന്നു ക്ഷണിച്ചത്. എൻ്റെ മോൻ ദുബായിലായിരുന്നു, അവിടെ വന്നു ക്വാറൻറ്റീൻ കഴിഞ്ഞിട്ട് 10 ദിവസം കൊണ്ടായിരുന്നു കല്യാണം. എൻ്റെ സഹോദരൻ അങ്കമാലിയിലായിരുന്നു. അപ്പോൾ അവിടെ പോയി വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഡ്രസ്സ് എടുത്തായിരുന്നു. ആ ഡ്രസ്സ് എൻ്റെ ഭവനത്തിൽ ഇരിക്കുക. എൻ്റെ ആങ്ങളെ അവിടെ ചെന്ന് കല്യാണം വിളിക്കാത്തതുകൊണ്ട് എൻ്റെ ആങ്ങളെ കല്യാണത്തിന് പങ്കെടുത്തില്ല. അതെനിക്ക് വലിയൊരു സങ്കടമായിരുന്നു. അവർ വന്നതുമില്ല. ആ ഡ്രസ്സ് എൻ്റെ മലമാരിയിലാണ് 5 വർഷം കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡിസംബർ 25-ന് മുമ്പായിട്ട് എൻ്റെ യേശോപ്പൻ്റെ ഒരു ബർത്ത്ഡേ കിറ്റായിട്ട് എനിക്കൊരു അനുഗ്രഹം തരണേന്ന് ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ 25-ാം തീയതി എൻ്റെ അലമാരിയിൽ നിന്ന് ആ ഡ്രസ്സ് എടുത്തും കൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെ കാണാൻ പോയി. അപ്പം ഞാൻ രാവിലെ വിളിച്ച്, അങ്കമാലിയിലാണോ ശൂരനാട്ട് വന്നിട്ടുണ്ടോ എന്നറിയാം. എൻ്റെ വീട് ശൂരനാടാ. അപ്പം എൻ്റെ സഹോദരൻ ഫോൺ എടുത്ത് എന്നെ അറിയാതെ ആയിരുന്നു സംസാരിക്കുന്നത്. ആരാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് ഓർമ്മിച്ച് നോക്കേ, എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ സഹോദരനോട് ഞാൻ ചോദിച്ചു. കാരണം 5 വർഷമായി ഞങ്ങൾ മിണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ ആങ്ങളയ്ക്ക് എൻ്റെ സ്വരം മനസ്സിലായി. ആഹാ, നീ ആയിരുന്നോന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അണ്ണൻ അവിടെ ഉണ്ടോ? അപ്പം പറഞ്ഞു, ആ ഉണ്ട്, ഞാൻ ഇന്നലെ രാത്രി വന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 25-ാം തീയതി എൻ്റെ യേശോപ്പൻ്റെ ഒരു കിറ്റായിട്ട് തന്ന് എൻ്റെ സഹോദരന് ഞാൻ ആ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ എന്നെ എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടെ ഒരു കിറ്റ് തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ അലമാരിയിൽ നിന്ന് അത് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എൻ്റെ ആങ്ങളെയായിട്ട് ഞാൻ സഹകരിച്ചപ്പോഴാണ്. പിന്നെ എൻ്റെ 4ാമത്തെ ഒരു സാക്ഷ്യം, എനിക്കൊരു ഭയങ്കര അപകടമുണ്ടായി, വണ്ടി ആക്സിഡൻറ്റ്. ഞാൻ ഈ പഞ്ചായത്തോട്ടിന് ഞാൻ വോട്ട് ചെയ്യാൻ സ്കൂളിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2 വീലറിലായിരുന്നു പോയത്. 2 വീലർ ഒരു പൊരി പോലും ഓടിക്കരുതെന്ന് എന്നോട് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു. പക്ഷേ ഈ ഉടമ്പടിയുടെ ബലത്തിലാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് വോട്ട് ചെയ്തേച്ച് വന്ന് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ പാർക്ക് ചെയ്തെടുത്ത് വെച്ചിരുന്നത്. അവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ ഷാർട്ടാക്കി
വണ്ടി ഷാർട്ടാക്കുമ്പം ഷണ്ട് ഷാർട്ടാവുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇത്തിരി നേരം കൂടെ അവിടെയൊക്കെ നിന്ന് അതൊന്ന് നോക്കി. എന്നിട്ടും എനിക്ക് പക്ഷെ ഉടമ്പടി തൈലം ഇരുന്ന് എൻ്റെ കയ്യിലിരുന്ന് അതൊന്ന് പുരട്ടാൻ എനിക്കൊരു സമയം കിട്ടിയില്ല. ഞാൻ വണ്ടി എടുത്തു. വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ബ്രേക്ക് പോകുന്നില്ല, ബ്രേക്ക് കിട്ടുന്നില്ല, എൻ്റെ കൈ നിൽക്കുന്നില്ല. അപ്പം ഗേറ്റിൻ്റെ ഒരു ഭാഗം കുറ്റിയിട്ടിരിക്കുന്നു, ഒരു ഭാഗം ഓപ്പണായിരുന്നു. അപ്പം ഞാൻ വണ്ടി എൻ്റെ കൈ നിയന്ത്രണം കിട്ടാതെ മെയിൻ റോഡിലോട്ട് ഇറങ്ങാനങ്ങ് വണ്ടി പോവുക. അപ്പം എൻ്റെ പെട്ടെന്ന് എനിക്കൊരു സ്വരം വരിക, എൻ്റെ അമ്മേന്ന് ഞാൻ ഒന്ന് നിലവിളിച്ച് കാശിരുവത്തെ മുറുക്ക പിടിച്ചുകൊണ്ട്, എൻ്റെ അമ്മ മാതാവേ ഒന്ന് ഓടി വരണേ സഞ്ചാരി മാതാവേന്ന്. എൻ്റെ അമ്മ മാതാവ് ആ സ്പോട്ടിൽ ഓടി വന്ന് എന്നോട് പറയുക, നീ വലത്തോട്ട് തിരിക്ക്, ആ ഗേറ്റെ കൊണ്ടുവന്ന് ഇടിക്കൂ. ഞാൻ എങ്ങനെയോന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആ ഗേറ്റെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ച് എനിക്കൊരു പോറൽ പോലും വരാതെ എൻ്റെ ഹെൽമെറ്റ് തലയിലുണ്ട്, ഞാൻ വണ്ടിയിലിരിപ്പുണ്ട്. പക്ഷേ അമട്ട് പൊട്ടുന്നോണം ഒരു സൗണ്ട് കേട്ട് ജനങ്ങൾ, റോഡിൽ നിന്നവർ, സ്കൂളിൽ നിന്നവരും, വോട്ട് ചെയ്യാൻ വന്നവരും, സകലമാന പേരും, പോലീസുകാരുൾപ്പെടെ എൻ്റെ അരികിൽ വന്നു. അപ്പം ഞാൻ വണ്ടിയെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ മാതാവാണ് അവിടെ വന്ന് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ 100-150% ഞാൻ ഉറച്ചു വിശ്വസിച്ചും കൊണ്ടും എന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിന്, എൻ്റെ യേശോപ്പായ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ എനിക്ക് സഞ്ചാരി മാതാവ് സുഗന്ധാഭിഷേകം തരുമായിരുന്നു. ഇന്ന് ഞാൻ ഈ ആൾത്താരെ വന്ന ഫ്രണ്ടിൽ വന്നപ്പോൾ അവിടെ എങ്ങും മുല്ലപ്പൂവില്ല. എനിക്ക് ഭയങ്കര മുല്ലപ്പൂ, എന്നെ അങ്ങ് പൊതിയും ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കൊണ്ട്. അപ്പോഴേ എൻ്റെ അമ്മ പറഞ്ഞ എനിക്ക് പൊതിയ എൻ്റെ അമ്മ എൻ്റെ കൂടുണ്ട്, ഞാൻ എവിടെ പോയാലും. ഇതെൻ്റെ അമ്മയുടെ ജീവനുള്ള കാശുരൂപമാണ്. നിങ്ങളാരും ഈ കാശുരൂപം എവിടെയും മാറ്റി വെക്കരുത്. അച്ഛൻ പറയുന്ന സത്യമാണ്, നിങ്ങൾ കാശുരൂപം ഒളിച്ചു വെക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ എവിടെ എന്തിനു പോയാലും മുറുക്ക പിടിച്ചും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. അമ്മയെ മുറുക്ക പിടിച്ചാൽ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സംരക്ഷിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ കാശുരൂപത്തെ മുറുക്ക പിടിച്ചാൽ അമ്മ നമ്മളെ രക്ഷിക്കും. കൂടെയുണ്ട്, ജീവനാണ് ഇത് അമ്മയുടെ. അമ്മ ജീവനോടെ ഈ നിൽക്കുന്ന അമ്മയുടെ ജീവനാണ് ഈ കാശുരൂപം. ഇതെല്ലാവരും അവരവരുടെ കൈകളിൽ എവിടെ പോയാലും എടുത്തും കൊണ്ട് ഇറങ്ങി സുരക്ഷിതമായി ചേർത്ത് പിടിക്കുക. അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ കൈവിടത്തില്ല. അങ്ങനെ അമ്മയുടെ സുഗന്ധം എനിക്ക് കിട്ടി. അമ്മയുടെ കാശുരൂപ എൻ്റെ കയ്യിലിരുന്ന് തുടിച്ച് മഴവില്ല് കാണിച്ചു തരും. എൻ്റെ മെഴുകുതിരിയിൽ അമ്മയുടെ തിരുഹൃദയം എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഫോണിലുണ്ട്, ഇപ്പം കാണിക്കാൻ പറ്റുന്നില്ല. ഞാനത് ദാണ്ട ഈ ബോട്ടിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയുടെ തിരുഹൃദയമാണ് ഈ ബോട്ടിലുള്ളത്. ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മയുടെ ഗ്രേ കളറില്ല എനിക്ക് മെഴുകുതിരിയിൽ അമ്മയും കുഞ്ഞും ഈശോപ്പായും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മഴവില്ല് കാണിച്ചു തന്ന് കാശുരൂപം ഇതേ രീതിയിലാണ് നമ്മുടെ കാശുരൂപം എനിക്ക് മെഴുകുതിരി കാണിച്ചു തന്ന്. പിന്നെ എനിക്ക് അങ്ങനെ പല യേശപ്പൻ കുരിശിൽ എങ്ങനെ ഈ തൂങ്ങി നിൽക്കുന്നേ അതേ രീതിയിൽ എൻ്റെ തിരിക്കകത്ത് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ മൊബൈലിൽ ഇതെല്ലാം എൻ്റെ മൊബൈലിലുണ്ട്. ഞാനിവിടെ കൊണ്ടുവന്ന സിസ്റ്ററിനെ കാണിച്ചാണ്. അമ്മയുടെ എല്ലാ രൂപങ്ങളും എനിക്ക് കാണിച്ചു തരും. ഒരൊറ്റ ദിവസം പോലും ഇല്ലാതെ എനിക്ക് റോസാപ്പൂ കാണിച്ചു തരും. ജപമാല എനിക്ക് എൻ്റെ തിരിക്കകത്ത് കാണിച്ച് വളഞ്ഞിങ്ങനെ ഓരോ മുത്തായിട്ട് വളഞ്ഞിരിക്കുന്നത് എനിക്ക് ജപമാലയെ കാണിച്ചു തന്ന്. എൻ്റെ ഈ ജപമാലയും കാശുരൂപം കൂടെ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഓടി ഇഞ്ഞ് പോകുന്ന ട്രെയിന് കയറി എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. രാത്രി വന്ന് എനിക്ക് സ്വപ്നത്തിൽ വന്ന് പറയും, നിനക്ക് ഞാൻ തരാൻ ജപമാല കാശുരൂപം. ഞാൻ ഇവിടെ വന്നിരുന്ന് വലിയ വയലിൽ നിലവിളിച്ചു കൂടി ഇരുന്ന് കരഞ്ഞു, അമ്മേ ഞാൻ കാശുരൂപം കൊണ്ടേ ഞാൻ പോകത്തുള്ളെന്ന്. അങ്ങനെ എനിക്ക് കാശുരൂപവും ജപമാലയും ഈ അൾത്താരയെന്ന് ഞാൻ അതും കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ആ ജപമാലയും കാശുരൂപമാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നിലനിർത്തുന്നത്. ഞാൻ സ്വർണത്തിൻ്റെ കൊളുത്ത് പണിഞ്ഞ് കീ ചെയിനാക്കിയിട്ടേക്കുവാണ്. 3 മാസം ഇരിക്കലേ ഞാൻ മാല മാറും. അപ്പം ഞാൻ ആ കാശുരൂപം എടുത്ത് അതിലിടും. അങ്ങനെ ഞാൻ ഭദ്രമായിട്ടാണ് ഇപ്പം എൻ്റെ കാശുരൂപവും ജപമാലയും കൂടെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കുഞ്ഞാടിനെ ഞാൻ സ്വപ്നം കണ്ട് എന്നെ കാണിച്ച് യേശപ്പൻ ആടിനെ തീറ്റിക്കൊണ്ട് വരുന്നു. അപ്പം അതിനകത്തൊരു ഒരു നല്ല സ്വർണ്ണ പുള്ളിയുള്ള ഒരു കുഞ്ഞാട്, അതിനെ അങ്ങ് എല്ലാവരും കാണാൻ ഓടി വരുക.
അപ്പം ഞാൻ ഓടിച്ചെന്ന് അതിനെ കാണുവാണെന്ന് ഞാൻ സ്വപ്നം കണ്ട്. യേശുവപ്പന പിന്നെ കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു, എൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് യേശുവപ്പനെ ചെന്ന് താലോടും, ആ പോട്ടെ പോട്ടെ സാരമില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചോണ്ട് അങ്ങനെ എനിക്ക് ഞാൻ യേശുവപ്പനെ സ്വപ്നം കണ്ട്. പിന്നെ ഞാൻ ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് കിട്ടി. എന്തെങ്കിലും എനിക്കൊരു അമ്മയെ വഹിച്ചുകൊണ്ട് വരാൻ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് തന്നെ എൻ്റെ അമ്മ മാതാവിനെ കിട്ടിയത്. എൻ്റെ തോളേ കൂടെ അമ്മ താലോടിപ്പോയി മേളിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ്. പിന്നെ അഖണ്ഡ ജപമാലയുടെ റാലിയിൽ ഞങ്ങൾ പങ്കെടുത്ത് എല്ലാവരും ഗ്രൂപ്പോട് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്. അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും പല 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 അനുഗ്രഹങ്ങൾ എല്ലാം അമ്മ എനിക്ക് തന്നെ ഇത്രത്തോളം എന്നെ നിലനിർത്തി തരുന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ഉടമ്പടി എടുത്തവർ അമ്മ അനുഗ്രഹം തന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഉഴപ്പരുത്. അമ്മ തരും. നമുക്ക് ഇച്ചിരി താമസം, അമ്മയ്ക്ക് സമയമാകുമ്പോൾ അമ്മ നമുക്ക് തരും, ഉറപ്പാണ്. നിങ്ങൾ ഉടമ്പടി വിട്ടുകളയരുതെന്ന് ഞാൻ എല്ലാ മക്കളോടും പറയുന്നുണ്ട്. ഒരുപാട് പേരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനകോടി പ്രേക്ഷപ്രവർത്തനം. ഞാനൊരു ജോലിക്കൊന്നും പോകുന്നില്ല, എങ്കിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എത്തിച്ച് തരുന്നുണ്ട്. UK ഒരു മകൾ എനിക്ക് എല്ലാ മാസവും 2-3 മാസം ഇരിക്കലും എനിക്ക് 10,000 രൂപ ഇട്ട് തരും. ചേച്ചി നാട്ടിൽ കാരുണ്യ ഇത് പ്രേക്ഷപ്രവർത്തനം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 3 അനാഥ മന്ദിരത്തിൽ ഞാൻ പോയി. ഈ പ്രാവശ്യം ക്രിസ്തുമസിന് എൻ്റെ യേശുവപ്പന് വേണ്ടി ഞാൻ കേക്കുകൾ മാർബിൾ കേക്ക് മേടിച്ച് പാസ്പോർട്ട് കവറിനകത്തിലാക്കി ഞാൻ എല്ലാ അനാഥ മന്ദിരത്തിലും 100 പേരുള്ളിടത്ത് 30 പേരുള്ളിടത്ത് 55 പേരുള്ളിടത്ത് മൊത്തം പേർക്ക് ഞാൻ കേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ അതുപോലെ ഓണത്തിന് 100 പേരുള്ളിടത്ത് ഞങ്ങൾ പിന്നെ ഡ്രസ്സ് കൊണ്ട് കൊടുത്ത് അവരെ എല്ലാം ഓണക്കോടി ഉടുപ്പിച്ച്. പിന്നെ എല്ലാ മാസവും ഞങ്ങൾ അവർക്ക് 4 മണിക്കത്തെ പലഹാരമായിട്ടും സോപ്പ് പൊടിയും സോപ്പ് പൗഡർ എന്ന് വേണ്ട ഇവിടുന്ന് ജപമാല മേടിച്ചു കൊണ്ട് കൊടുക്കും, കാശിരൂപ മേടിച്ചു കൊണ്ട് കൊടുക്കും, ഉപ്പ് മേടിച്ചു കൊണ്ട് കൊടുക്കും. എല്ലാം ചെയ്ത് ഞങ്ങൾ അവരെ വേണ്ട രീതിയിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി ഒരു വൃദ്ധസദനത്തിൽ അമ്മമാരെ മൊത്തം ഞങ്ങൾ കുളിപ്പിച്ച് ആ ഒരു ദിവസത്തെ അവരുടെ ആ ഇട്ടിരുന്ന തുണി ഒഴിച്ച് ബാക്കി ഉള്ള തുണി മൊത്തം ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഞങ്ങൾ വിരിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് 8 മണിക്ക് ഞങ്ങൾ വൃദ്ധസദനത്തിൽ ചെന്ന് പിന്നെ പഠനലോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ അങ്ങനെ ഞങ്ങൾ അത്രയെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ ഈ ഞങ്ങളെ സഹായിച്ച അമ്മയ്ക്ക് കോടാനകോടി നന്ദി. പിന്നെ ഞാൻ പത്രം കൊടുക്കുന്നത് എല്ലാ ആഴ്ചയിലും ഞാൻ ഇവിടെ വരും. എന്തെങ്കിലും എൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ വരാത്തത്. ഇപ്പം എൻ്റെ മോൻ ഈ 25-ാം തീയതി ഒരു വിദേശ ജോലി കിട്ടി എൻ്റെ മോൻ പോയി. അതും ഞാൻ പ്രാർത്ഥിച്ച് 4 വർഷം കൊണ്ട് ജോലിയില്ലാതിരുന്നതാണ് എൻ്റെ മക്കൾക്ക് രണ്ടിനും. എൻ്റെ മക്കൾക്ക് രണ്ടിനും വിദേശ ജോലി വന്നു. യൂറോപ്യൻ സ്ഥലത്താണ് എൻ്റെ മോനെ, ഗ്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മോൻ ഈ 25-ാം തീയതി കയറിപ്പോയിരിക്കുവാണ് 5 മക്കളോടെ. ഞാൻ ഓടി ഇവിടെ വന്ന് പത്രം എടുത്ത് കാശിരൂപ മേടിച്ച് ഉപ്പും മേടിച്ച് ഉടമ്പടി തൈലോ എൻ്റെ മോന് ഇവിടുത്തെ പുച്ഛിച്ച് പറയുന്നതായിരുന്നു. അമ്മയൊന്ന് പോയ അമ്മയുടെ ഒരു കൃപാസനമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ മകനെ ഞാൻ നേരെ കൊണ്ടുവന്ന് എൻ്റെ അമ്മ മാതാവ് നേരെ കൊണ്ടുവന്ന് ഞാൻ കായംകുളത്ത് എൻ്റെ മകനോ എല്ലാവരും കൂടെ കായംകുളത്ത് വന്നപ്പോഴത്തെ ഞാൻ ഇവിടുന്ന് ഓടി കായംകുളത്ത് ചെന്ന് ഞാൻ ഈ നേർച്ച വസ്തു ഞാൻ പത്രവും സാധനങ്ങളും കൊണ്ടുവച്ച് എൻ്റെ മോൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പത്രം എടുത്ത് അവൻ്റെ ബാഗിൽ ഭദ്രമാക്കി വെച്ച് ഒരു പത്രം ഇങ്ങ് താന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി തൈലം 5 മക്കൾക്കും കാശിരവും കൊടുത്തു വിട്ടു. അങ്ങനെ ആ ഗ്രീസ് സ്ഥലത്ത് വരെ എൻ്റെ അമ്മയുടെ പത്രം എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞ്. ഞാൻ ആലുവായി വരെ ട്രെയിൻ കയറി ഞാൻ പത്രം കൊണ്ട് കൊടുത്തു. 5 ജില്ലകളിൽ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, ഇത്രയും ജില്ലകളിൽ ഞാൻ പത്രം കോടതികളിലും സ്കൂളുകളിലും ബസ് സ്റ്റോപ്പിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞാൻ പത്രം കൊടുക്കും. ഞാൻ ബീച്ച് ഏരിയയിലിരുന്നൊരു വ്യക്തിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു പൊതി ചോറ് ഞാൻ ഹോട്ടലിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്നു കഴിച്ച വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഒരു 20 പൊതിയെങ്കിലും എൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ
ഗവൺമെൻറ് അടൂർ ആശുപത്രിയിലും പിന്നെ വഴിയോരങ്ങളിലും കൊണ്ട് കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ ക്രിസ്തുമസിനും കേക്ക് ഞാൻ വഴിയോരങ്ങളിൽ ഇരുന്നവർക്കെല്ലാം കൊണ്ട് കൊടുത്തു. ലോട്ടറി വെക്കുന്നവർക്ക്, പിച്ച അയക്കുന്നവർക്ക്, ഓട്ടോറിക്ഷക്കാർക്ക്. എന്താ ചേച്ചി ഇങ്ങനെ കേക്കും കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇത് ഇന്നത്തെ യേശുപ്പൻ്റെ ഒരു കിറ്റായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ക്രിസ്തുമസ് കേക്ക് തരുവാന്ന് ഞാൻ പറഞ്ഞ് അവർക്ക് കൊടുക്കും. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് എൻ്റെ അമ്മ മാതാവ് തരുന്നു. പത്രങ്ങൾ ഞാൻ എല്ലാ കോടതികളും കൊണ്ട് കൊടുക്കുന്നത്. കോടതി കൊണ്ട് കൊടുക്കും. മാവേലിക്കര കോടതി ഞാൻ ഒരു ദിവസം വൈകുന്നേരം വരെ ഞാൻ അവിടെ നിൽക്കും. ഇറങ്ങി വരുന്നവരെ കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിര്, നിങ്ങൾക്ക് കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കും. ന്യായമുള്ളിടത്ത് നിങ്ങൾക്ക് ന്യായം കിട്ടും. നീതി കിട്ടേണ്ടവർക്ക് നീതി അമ്മ മേടിച്ച് കൊടുത്തിരിക്കും, ഉറപ്പാണ്. അങ്ങനെ ഞാൻ പത്രം അടൂർ ആശുപത്രിയിൽ, അടൂർ കോടതിയിലും മാവേലിക്കര കോടതിയിലും ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. അടൂർ കോടതിയിൽ ഞാനൊരു പത്രം കൊണ്ട് കൊടുത്തു. ഒരു മോള് നിന്ന് കരയുമായിരുന്നു. ആ പയ്യൻ്റെ കൂടെ ഇറങ്ങി വന്നതാ. അപ്പം അതിൻ്റെ ഭർത്താവിനെ ഇറക്കിക്കൊണ്ട് വരാൻ ആരും ജാമ്യം നിൽക്കാനില്ല. അപ്പം അത് അവിടെ നിന്ന് കരയും. ഞാൻ ചോദിച്ചു, എന്താ മക്കളെ കരയുന്നത്? ചേച്ചി, എൻ്റെ ഭർത്താവ് പിന്നെ കൊട്ടാരക്കര ജയിലിൽ കിടക്കും, 34 ദിവസമായി, ആരും ജാമ്യം നിൽക്കാനില്ല, ഒന്ന് ഇറക്കിക്കൊണ്ട് തരാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു കൃപാസന അമ്മയെ തരാം, നിങ്ങൾ മക്കൾ ഈ പത്രം വെച്ച് പ്രാർത്ഥിക്കരുത്. അമ്മയുടെ ഒരു കാശുരൂപം ഞാൻ തരാം, അമ്മയുടെ ജീവൻ അതിലുണ്ട്, അത് വെച്ച് മക്കൾ പ്രാർത്ഥിക്കരുത്. തിരി മേടിച്ച് വെച്ച് നിൻ്റെ കൂടെ അമ്മ വന്ന് നിൻ്റെ ഭർത്താവിനെ ഇറക്കി തരും, ആരും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ആ മക്കൾ ആ മെയ് 1-ാം തീയതി അവധിയായിട്ട് 24-ലാണ്. അപ്പോൾ ആ മകൾ ബസ് കയറി കൊട്ടാരക്കരയിൽ ചെന്ന് ആ മകൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയപ്പം ആ മകളുടെ മുന്നേ ഒരമ്മയും കുഞ്ഞും നടന്നു പോവുക. എൻ്റെ അമ്മ മാതാവ് ഈശോപ്പായുടെ നടന്നു ചെന്ന് അവിടെ കോടതി അവിടെ ചെന്ന് നിന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ആ കൊച്ചിനെ വിളിച്ച് സതീശൻ്റെ വൈഫാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റിനകം സതീശനെ ഇറക്കിക്കൊണ്ട് വന്ന് ആ കൊച്ചിനോട് പറഞ്ഞു, എന്നാ ഇതിലൊരു ഒപ്പിടെന്ന് പറഞ്ഞു. ഒരു സാക്ഷ്യക്കാരെ അവിടെ അമ്മ കൊണ്ട് ചെന്നില്ല. അമ്മ ചെന്ന് ആ പേപ്പറിൽ ഒപ്പിട്ട് ആ മകളുടെ കൂടെ അതിൻ്റെ പങ്കാളിയെ ഇറക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, എൻ്റെ കൂടെ എൻ്റെ പങ്കാളിയെ ഇറക്കിക്കൊണ്ട് വരാൻ അമ്മ സഹായിക്കണേന്ന്. അതുപോലെ അമ്മ സഹായിച്ചു കൊടുത്തു. ആ മകളുടെ കൂടെ പങ്കാളിയെ ഇറക്കി വിട്ട് അടൂർ കോടതി വന്ന് ഇന്നും കൊണ്ട് എന്നെ വിളിച്ച്, ചേച്ചി ഒന്ന് ഓടി വന്നേ ഇവിടെ വരെ, അവിടെ ചെല്ലി ഞാൻ പത്രം കൊടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മക്കളെ? എൻ്റെ ചേട്ടായി ഇറക്കി വിട്ട് എൻ്റെ കൂടെ വന്ന് ചേച്ചി പറഞ്ഞതുപോലെ അമ്മ വന്ന് ഇറക്കി തന്ന്, ചേച്ചിക്ക് ചേട്ടായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എളുപ്പം നിപ്പിലൊരു ചുരിദാറും എടുത്തിട്ടും കൊണ്ട് എൻ്റെ വണ്ടി എടുത്തും കൊണ്ട് ഞാൻ ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തു നിൽക്കുന്നു. ഞാൻ വണ്ടി ഓട്ടോറിക്ഷ പിടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടാക്കി അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ ഞാൻ കാശും കൊടുത്തു. ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, ജയിലിൽ കിടന്ന മകൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല. എൻ്റെ ദൈവം തമ്പുരാൻ തരുന്ന ദാനമാണ് ഇന്ന് ഞാൻ ദാനം കൊടുക്കുന്നത്. എൻ്റെ അക്കൗണ്ട് കാലിയാക്കാൻ എൻ്റെ അമ്മ അനുവദിക്കത്തില്ല. കാരണം 100 വന്നാൽ 200 കൊടുക്കാൻ ഞാൻ സന്നദ്ധരാണ്. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെയാണ് ഞാൻ ജോലി ചെയ്തില്ലെങ്കിലും എനിക്ക് കൊടുക്കാൻ എൻ്റെ അമ്മ തരുന്നത്. എൻ്റെ അമ്മ മാതാവ് ഇതുപോലെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ പത്രം കൊടുക്കുന്നതിലൂടെയും എൻ്റെ പ്രേക്ഷപ്രവർത്തനത്തിലും എല്ലാം എനിക്ക് തന്ന് എന്നെ സഹായിക്കുന്നത്. പിന്നെ വായിക്കുന്നത് ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, അഖണ്ഡ ജപമാല. കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇവിടെ ഗ്രൂപ്പില്ലാതായിരുന്നു വന്ന്. ഈ വർഷം ഞാൻ അമ്മയോട് ഇരുന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ഗ്രൂപ്പ് കൂട്ടിത്തരണം, ഞങ്ങൾക്കൊരു 10 പേരെ തരണം, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും രോഗികളെ കാണാൻ പോകാനും പ്രേക്ഷക വേലത്തിനും എല്ലാത്തിനും ഞങ്ങൾക്ക് കൂട്ടുകൂടി തരണം. അമ്മ എനിക്ക് ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്ക് 10 പേരെ തന്ന് ഈ 10 പേരും കൂടെ ഒരുമയോടിരുന്ന് ഞങ്ങൾ കൂട്ടായ്മ കൂടി. ഇന്നലെ മെനങ്ങാൻ എൻ്റെ വീട്ടിലായിരുന്നു 1 മാസം കൊണ്ട് ജപമാല ഇരുന്നത്. കൂട്ടായ്മ കൂടി പ്രാർത്ഥിച്ച് ഇന്നലെ ഞാൻ വേറൊരു മകൾക്ക് കൊണ്ട് കൊടുത്തു. ഇനി ആ മകളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൂട്ടായ്മ കൂട്ടിത്തന്ന് അഖണ്ഡ ജപമാലയിലെല്ലാം ഞങ്ങളെ വർത്തിത്തന്ന് ഞങ്ങൾ ഈ വർഷവും ഇനി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പിന്നെ എല്ലാവരും ഡ്രസ്സുകളെടുത്ത് ഞങ്ങൾ കൂട്ടുമയോടെ ഇവിടെ വന്നിരുന്ന്
പ്രാർത്ഥിക്കാൻ. ഈ വർഷവും ഞങ്ങൾ ആ ജപമാല ഇവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ 9 പ്രാവശ്യം ചൊല്ലി ജപമാല. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ ഇത്രത്തോളം എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ തന്ന്, എൻ്റെ രോഗസൗഖ്യം തന്ന്, എൻ്റെ അമ്മ മാതാവ് ഈ അൾത്താരയിൽ എന്നെ 2ാമതും സാക്ഷിയാക്കി തന്നതിനും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അമ്മയുടെ ഒരു സാക്ഷിയാക്കി എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ, അമ്മ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചും കൊണ്ടും ഞാൻ അമ്മയ്ക്കും എൻ്റെ യേശുവപ്പായ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. നന്ദി, സ്തുതി, മഹത്വം. വിളിക്കും മുൻപ് ഞാൻ അവർക്ക് ഉത്തരം അരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപ് ഞാനത് കേൾക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 65-ാം അധ്യായം 24-ാം വചനമാണ്. അനുദപിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിച്ചപ്പോഴാണ് ഈ മകൾക്ക് സഹോദരനുമായിട്ട് രമ്യപ്പെടാനുള്ള ഒരാഗ്രഹം മനസ്സിൽ വന്നത്. 25-ാം തീയതി ഡിസംബർ ഈശോയുടെ ജന്മദിനത്തിൽ ഈ മകൾ 5 വർഷം മുൻപ് കരുതി വച്ചിരുന്ന വിവാഹത്തിന് ഷെയർ ഉണ്ടായിരുന്ന ആ ഡ്രസ്സായിട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ച് തൻ്റെ സഹോദരനെ കാണുവാനായിട്ട് പോയത്. ഈശോയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ മകൾ അത് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് സഹോദരൻ്റെ ഭാഗത്തുമുള്ള സഹകരണവും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടുപേരും രമ്യപ്പെടുകയും കൂടുതൽ സ്നേഹത്തോടെയും കൂടുതൽ ദൈവസ്നേഹത്തോടെയും വളരുവാനും ഇപ്പോഴവർക്ക് സാധിക്കുന്നു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്നതാണ്. ഉടമ്പടി ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കാനും സഹകരിക്കുവാനും സഹോദരങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കുവാനും ദൈവസ്നേഹത്തിൽ വളരുവാനുമുള്ള ഒരു അനുഗ്രഹം ഈശോയും അമ്മയും നമുക്ക് നൽകുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ഈശോയോട് കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾക്ക് അവരോട് കൂടെ ചേർന്ന് പോകുവാനുള്ള അനുഗ്രഹം നൽകുന്നു. പിന്നീടുണ്ടായിരുന്ന വണ്ടി അപകടമായിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ സംരക്ഷണമാണ്. നാട്ടുകാർ കൂടുതലും കൂടിയപ്പോഴും അവിടെയും ഈ മകളെ സംരക്ഷിച്ചത് സ്വന്തം കരങ്ങളിൽ ചേർത്ത് പിടിച്ച ഈശോയും അമ്മയുമാണ്. ഈ മകള് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ എല്ലാം അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്ന സഞ്ചാരി മാതാവാണെന്നാണ് ഈ മകൾ പറഞ്ഞത്. സഞ്ചാരി മാതാവ് നമുക്കെപ്പോഴും നമുക്കൊരു പ്രൊട്ടക്ഷനാണ്, ഒരു സംരക്ഷണമാണ്. അതൊരു ഹൈവേ ആയിരുന്നു. എപ്പോഴും ഏത് സമയത്ത് എന്ത് വേണേലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോയും അമ്മയും ഈ മകളോട് ആ തക്ക സമയത്ത് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നുള്ളത്. ഉടമ്പടി മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ഈ മകൾ പറഞ്ഞ കാശ്രൂപമാണ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്നാണ്. ആ കാശ്രൂപമായിരിക്കും ഒരുപക്ഷെ അന്നും ആ മകളോട് പറഞ്ഞത്, നീ വലത്തോട്ട് തിരിയെന്ന്. വണ്ടി നിയന്ത്രണമില്ലാതെ പോകുന്ന നേരത്തും ആ സ്വരം ശ്രവിക്കാനുള്ള ആ കഴിവ് നൽകിയത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അന്നേരം ആ മകൾ വലത്തോട്ട് ചിരിക്കുകയും ഗേറ്റിനോട് ചെന്നിടിക്കുകയും എല്ലാം ചെയ്തതും ഈശോയുടെ അമ്മയും കൂടെയുള്ള ഒരു സാന്നിധ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു വലിയൊരു സാക്ഷ്യമാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞ പ്രേക്ഷിത പ്രവർത്തനമാണ്. കോടതികളിൽ നീതി കിട്ടാത്തവർക്ക് നീതി കിട്ടുവാനായിട്ട് ഒരു വലിയൊരു പ്രവർത്തനമാണ് ഈ മകൾ ചെയ്യുന്നത്. കോടതി തോറും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ്സും വൃദ്ധാമന്ദിരത്തിൽ പോയി കുളിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ മകൾക്ക് തന്നെ ഒരു വലിയൊരു ആസ്തിയുണ്ട്, കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ആസ്തി. ഈശോയെ കൂടുതൽ അറിയിക്കാനും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ഈശോയും അമ്മയും കഴിഞ്ഞ അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുമുള്ള ആഗ്രഹം അതൊരു വലിയ ആസ്തിയാണ്. ഈ ആസ്തിയിൽ നിന്നാണ് ഈ മകൾ കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം. ഒരു വിശ്വാസത്തിൻ്റെ ഒരാസ്തി, ഒരു സ്നേഹത്തിൻ്റെ ഒരാസ്തി, ദൈവസ്നേഹത്തിനെ മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള ഒരാസ്തി ഉടമ്പടി ജീവിതത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് ആത്മീയമായ ഒരു ജീവിതം, ആത്മീയമായ ഒരു ആസ്തി, എന്തും തരണം ചെയ്യാനുള്ള ഒരു വിശ്വാസം, ഒന്നിനും ഭയപ്പെടാതെ മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു കരുത്ത്, ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്നതാണ്. ഈ മകള് പല പ്രാവശ്യം പറഞ്ഞു, നീതി കിട്ടാത്തവർക്ക് നീതി കിട്ടുവാനായിട്ടാണ് കോടതികളിൽ കയറി ഇറങ്ങിയത്. അതുപോലെ തന്നെയാണ് ഒരു സാക്ഷ്യം പങ്കുവച്ചതും മറ്റുള്ളവരുടെ ഒരു മകളുടെ ജീവിതത്തിൽ നൽകിയ ഒരു ജീവിതത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഈ മകളിവിടെ ഷെയർ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിചാരിക്കാം, നമ്മുടെ വിളി കേൾക്കുന്നുണ്ടോ ദൈവമേ, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി എടുക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാം. പക്ഷേ ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രാർത്ഥിച്ച് തീരും മുൻപേ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്കും വിശ്വസിക്കാം, ഉറച്ചു വിശ്വസിക്കാം. അമ്മ നമ്മുടെ കൂടെയും നമ്മുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.
നമ്മുടെ ഭാഗത്തു നിന്നും വിശ്വാസത്തോടെ ഭക്തിയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കട്ടെ. രാജമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും